KHNA ആധ്യാത്മിക സമിതി, വിദ്യാധിരാജ ഇന്റർനാഷണൽ USA കാനഡ, നീലകണ്ഠതീർത്ഥവാദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഈ പ്രഭാഷണ പരമ്പര ഇന്ന് ഇതിന്റെ 7ാമത്തെ ദിവസമാണ്. അത് നീലകണ്ഠതീർത്ഥവാദ സ്വാമിയുടെ കൃതിയായ ദിവ്യക്ഷേത്രാദർശ എന്ന പുസ്തകത്തെ പറ്റി, എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളെ പറ്റിയാണ് ഡോക്ടർ ഫ്രാൻസിസ് സാർ നമുക്ക് വിവരിച്ചു തരുന്നത്. അദ്ദേഹം തന്നെയാണ് ആ കൃതിക്ക് വ്യാഖ്യാനവും എഴുതി നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി, സ്വാമിയെക്കുറിച്ചുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. അതിനുശേഷം KHNAയുടെ സെക്രട്ടറി സിനു നായർ നമ്മോടൊപ്പം ഉണ്ട്. സിനു 2 വാക്ക് സംസാരിച്ചതിന് ശേഷം പിന്നെ തുടർന്ന് പ്രഭാഷണം ആരംഭിക്കാം. ദൈവം. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. വാഞ്ചാം വാഞ്ചീശ്വരേശാഹ്വയ ഹരമഹസ പൂരയേത് മാമികാം ഉല്ലാസ സോയം ശിവാ ഷൺമുഖ ഗജമുഖ ഖേട പ്രിയാദ്യന്വിതസ്യ യദ്ധാമാഹം പദാർത്ഥത്വദൈഹ സഹജാഭ്യാസ ശുദ്ധ്യാഗ്രധീമത് പുംധൗരേയൈർ അഹോ ഗൃഹ്യത ഉരുസു കൃതാരംഭ സംഭാവനീയം. പുംധൗരേയൈരഹോ ഗൃഹ്യത ഉരുസു കൃതാരംഭ സംഭാവനീയം. നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ശ്ലോകം ഏതാണെങ്കിലും ഇപ്പൊ നന്നായിട്ട് ചൊല്ലി, ഇപ്പൊ നമുക്കതിന്റെ അന്വയം പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വാഞ്ചാം, ആദ്യത്തെ പദം വാഞ്ചാം. വാഞ്ചീശ്വരേശാഹ്വയ പരമഹസഹ, ഒറ്റ പദമാണത്. വാഞ്ചീശ്വരേശാഹ്വയ ഹരമഹസഹ എന്ന്. പിന്നെ പൂരയേത് മാമികാം ഉല്ലാസഹ സഹ അയം സോയം ശിവാഷൺമുഖ ഗജമുഖ ഖേടപ്രിയാദ്യന്വിതസ്യ. അതും ഒറ്റ സമസ്ത പദമാണത്. യദ് ധാമാഹം പദാർത്ഥത്വതഃ എന്നത് യദ് ധാമ അഹം പദാർത്ഥത്വതഃ, അവിടെ വിസർഗം വരും. യദ് ധാമ അഹം പദാർത്ഥത്വതഃ ഇഹ സഹജ അഭ്യാസ ശുദ്ധ അഗ്രധീമത് പുംധൗരേയൈഹി. ഒറ്റ പദമാണ്. സഹജ അഭ്യാസ ശുദ്ധ അഗ്ര ധീമത് പുംധൗരേയൈഹി അഹോ ഗൃഹ്യതേ എന്ന്. ഗൃഹ്യതേ ഒരു സുഹൃദാരംഭ സംഭാവനീയം. പദച്ഛേദം ചെയ്യണമെങ്കിൽ തന്നെ ശരിക്ക് പ്രാണായാമം ചെയ്യണം ദിവസവും. എന്നാൽ നന്നായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സംഗീതം പഠിക്കുന്നവർ പ്രാണായാമം ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട് അല്ലേ? ശബ്ദം തുറന്നങ്ങനെ വരും. അപ്പൊ അതുപോലെ ഇത് സന്ധിച്ഛേദം ചെയ്യണമെങ്കിൽ തന്നെ ശരിക്ക് പ്രാണായാമം ദിവസവും ചെയ്യണം. ഇരിക്കട്ടെ. അപ്പോ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു പടുത്വം, ഈ കൃതിയുടെ രചയിതാവ് അല്ലേ, നീലകണ്ഠ തീർത്ഥപാദരെ, എത്രയാണ് അദ്ദേഹത്തിന്റെ ആ പ്രാവീണ്യം എന്ന് ആലോചിച്ചാൽ നമ്മൾ അദ്ഭുത പരതന്ത്രരാവുക മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ് ഇതിലെ ക്രിയാപദം? എന്താണ്? പൂരയേത് എന്നാണ്. പൂരയേത്. അപ്പൊ ഏറ്റവും നമ്മളൊരു ശ്ലോകം കിട്ടിയ അതിന്റെ അന്വയവും അർത്ഥവും കണ്ടുപിടിക്കാൻ
ഏറ്റവും നല്ലത് എന്താണ്, അതിലെ ക്രിയാപദം എന്താണെന്ന് കണ്ടുപിടിക്കുക. കാരണം ഒരു വാക്യത്തിൽ എന്തുണ്ടാവണം, ഒരു ക്രിയാപദം ഉണ്ടാവണം. ഒരു ക്രിയാപദം ഉണ്ടെങ്കിലേ ഒരു വാക്യം ഉള്ളൂ. ചിലപ്പോ സംസ്കൃതത്തിലൊക്കെ ആണെങ്കിൽ ഒറ്റ പദം കൊണ്ട് തന്നെ ഒരു ക്രിയാപദം കൊണ്ട് മാത്രം ഒരു വാക്യം സംസ്കൃതത്തിൽ പറയാം. മലയാളത്തിൽ നമുക്ക് മറ്റു ഭാഷകൾക്ക് പലതിനും അങ്ങനെ പറ്റില്ല. മലയാളത്തിന് പണ്ട് മലയാളത്തിന് പറ്റിയിരുന്നു. ഇന്ന് മലയാളത്തിന്റെ ആ ഒരു രീതി നമ്മൾ മാറ്റിയെടുത്തു. അതായത് കർത്തൃപദത്തെയും ഉൾക്കൊള്ളുന്ന ക്രിയാപദം പറയാം. ഇപ്പൊ നമ്മൾ പറയാ ഗച്ഛാമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ക്രിയാപദമാണത്. പക്ഷെ അതിലെ മീ എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നതാണ്, അഹം എന്നുള്ളതിനെ കാണിക്കുന്നതാ. അപ്പൊ ഗച്ഛാമി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നർത്ഥമായല്ലോ. അപ്പൊ ക്രിയാപദം അവിടെ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ചില ശ്ലോകങ്ങളിൽ ഒന്നിൽ കൂടുതൽ ക്രിയാപദങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയാപദം കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എന്താണ്, പൂരയേത് എന്നാണ്. പൂരയേത്, പൂരിപ്പിക്കട്ടെ എന്നാണ്. അപ്പൊ പൂരിപ്പിക്കട്ടെ, പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിറയ്ക്കുക, നിറവേറ്റി തരിക. അപ്പൊ നമ്മൾ നോക്കാണ് കിം പൂരയേത്, എന്തിനെയാണ് പൂരിപ്പിച്ച് തരേണ്ടത് എന്ന് നമ്മൾ നോക്കുമ്പോ വാഞ്ചാം പൂരയേത്, വാഞ്ചയെ പൂരിപ്പിക്കട്ടെ. വാഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിലാഷ, അഭിനിവേശ, അഭിലാഷം, അഭിനിവേശം, ഇച്ഛ, ഇതൊക്കെയാണ് വാഞ്ച എന്നുള്ള പദത്തിന്റെ അർത്ഥം. അപ്പൊ കിട്ടി നമുക്ക്, വാഞ്ചയെ പൂരിപ്പിക്കട്ടെ എന്നാണ് ഇതില് പറയുന്നത്. ഇനി കർത്തൃപദവും കൂടെ കിട്ടിയാൽ, കർത്താവ് എന്താണ്, ആരാണ് നമ്മുടെ വാഞ്ചയെ പൂരിപ്പിച്ച് തരേണ്ടത്, പൂർത്തിയാക്കി തരേണ്ടത് എന്നും കൂടെ നോക്കിയാൽ അപ്പൊ നമുക്ക് അതിൽ എന്ത് കിട്ടി, ചെറിയൊരു വാക്യം കിട്ടി. പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും കർത്താവിന്റെ വിശേഷണം, അതുപോലെ കർമ്മത്തിന് വിശേഷണം ഉണ്ടോ എന്ന് നോക്കുക, ക്രിയയ്ക്ക് വിശേഷണം ഉണ്ടോ എന്ന് നോക്കുക. അതും കൂടെ ചേർക്കുമ്പോ എന്താവും, ശ്ലോകത്തിന്റെ എല്ലാ പദങ്ങളും അതിൽ അന്തർഭവിക്കുകയും അർത്ഥം നമുക്ക് കൃത്യമായി കിട്ടുകയും ചെയ്യും. അപ്പൊ അതിലെ ആരാണ് നമുക്ക് ഇത് പൂരിപ്പിച്ച് തരേണ്ടത് എന്നാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഉല്ലാസഹ അയം, ഉല്ലാസമായിരിക്കുന്ന ഇദ്ദേഹം, ആ ദേവൻ, ഉല്ലാസമായിരിക്കുന്ന ഈ ദേവൻ, എന്തിന് ഉല്ലാസമായിരിക്കുന്ന ഈ ദേവനാണ് നമ്മുടെ അഭിനിവേശങ്ങളെ നമുക്ക് പൂർത്തീകരിച്ച് തരേണ്ടത് അല്ലെ. അഭിനിവേശം, അഭിനിവേശം എന്ന് പറഞ്ഞാൽ അഭിലാഷം അല്ലെ, അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. അഭിനിവേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള ആഗ്രഹമായി. അഭിനിവേശിക്കുകയാണ്, നിവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവേശിക്കുക. അപ്പൊ അഭിനിവേശിക്കുക, അഭിമുഖമായിട്ട് ഒന്നിലേക്ക്. അഭി എന്ന് പറയുമ്പോ ആഭിമുഖ്യത്തെ കാണിക്കുന്നതായി അഭി എന്നുള്ള ഉപസർഗേ. നമ്മളിപ്പോ സാധാരണ അഭിനയിക്കുക, അഭിനയിക്കുക, അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിമുഖമായിട്ട് നമ്മളെ കൊണ്ടുപോവുക. നടന്മാര് എന്താ ചെയ്യുന്നത്, അഭിനയിക്കുകയാണ്, കാവ്യത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഈ നടന്മാര് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുപോവാണ് ചെയ്യണത്. അവര് എന്ത് ചെയ്യുന്നില്ല, അവരതിന് പോകുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മുടെ നടന്മാരൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത് ആ ഭാവത്തിലേക്ക്, അല്ലാതെ അവരാ ഭാവം ഉൾക്കൊള്ളുന്നില്ല. പലപ്പോഴും നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ പറയാറുണ്ട്, നടീനടന്മാരൊക്കെ പറയാറുണ്ട്, ഞാൻ ആ കഥാപാത്രമായിട്ട് അങ്ങോട്ട് മാറി എന്ന് അവർ ചിലപ്പോ പറയാറുണ്ട്. പക്ഷെ അതൊരു വലിയ അബദ്ധമാണ്. ആ കഥാപാത്രമായിട്ട് മാറിയാൽ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല. കാരണം അഭിനയിക്കുന്ന ആൾ അതായിട്ട് മാറുക എന്ന് വിചാരിക്കാം. നായകൻ നമ്മൾ വിചാരിച്ചു, ശരി, നായകൻ ആ ഭാവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അദ്ദേഹം അതായിട്ട് മാറി, ശരി ആയിക്കോട്ടെ. ഈ വില്ലനും അതായിട്ട് മാറിയാലോ, അപ്പൊ എന്താവും സ്ഥിതി? അപ്പൊ ഈ നടന്മാരൊന്നും ഉണ്ടാവില്ല. കാരണം പല നടന്മാരും അല്ലേ, നമ്മളെ നോക്കുകയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ അല്ലേ പല നടന്മാരും എന്താണ്, അവരെക്കാളും വളരെ, ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജനും ഇവരൊക്കെ നമ്മൾ നോക്കാറുണ്ട്, അവരെക്കാളൊക്കെ കരുത്തന്മാരാ വില്ലന്മാരായിട്ട് നടക്കുന്നവര്. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, അവർ ആ സമയത്ത് കൃത്യമായിട്ട് തോക്ക് കയ്യിലുണ്ടെങ്കിലും തോക്ക് വെച്ചിട്ടാണ് അവര് ഇത് ചെയ്യുന്നത്. അവരുമായിട്ട് യുദ്ധം
ചെയ്തുകൊണ്ടിരിക്കുന്നത്, തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇവനെ കൊല്ലാൻ പാടില്ല, നടൻ തന്നെ, നായകൻ തന്നെ വിജയിക്കണം. അപ്പോ അതേ ഭാവത്തെ വില്ലൻ ഉൾക്കൊണ്ടാൽ ഇന്ന് നമ്മുടെ പല നടന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവര് എന്താണ്, അവർക്ക് കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് അവര് പോവുകയാണ്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം, നമ്മളെ ആ ഭാവം ഉൾക്കൊള്ളുകയും നമ്മളാണ് കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവർ ചിരിക്കാണ്ടിരിക്കും, അവർ കരയാണ്ടിരിക്കും. അപ്പൊ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളാണ് പോകുന്നത്, നമുക്ക് വഴി കാട്ടുന്ന ആള് അല്ല. വഴി കാട്ടുന്ന ആള് നമ്മളെ ആ കാണുന്നതാണ് വീട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അഭി എന്നുള്ളതിന് ആഭിമുഖ്യമാണ് അർത്ഥം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സ് ഒരു വസ്തുവിലേക്ക് തീവ്രമായ ആഗ്രഹത്തോടുകൂടി പ്രവേശിക്കുക, മനസ്സ് അതിൽ തന്നെ അങ്ങോട്ട് ഇരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, ഔ അതൊന്ന് എന്റെ മനസ്സ് ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ എന്ന് പറയാ അല്ലേ? പലപ്പോഴും നല്ലൊരു വസ്ത്രം എടുക്കാൻ പോയി, നമുക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ചുരിദാർ നമ്മൾ കണ്ടു, പക്ഷെ എന്താ നമ്മുടെ സൈസ് അല്ല അല്ലേ? എന്നിട്ട് എന്തായി, നമ്മൾ ഇങ്ങോട്ട് പോന്നു, വേറെ ഒരെണ്ണം എടുത്തിട്ട് പോന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോ പറയും, കൂടെയുള്ള ആളോട് പറയും, ഔ നല്ല അതെന്റെ കണ്ണിന്ന് പോണില്ല കേട്ടോ, മനസ്സിന്ന് പോണില്ല. മനസ്സ് അതിൽ പ്രവേശിച്ചു. ഇതാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അഭിനിവേശങ്ങളെ എന്ത് ചെയ്തു തരണം? സാധിപ്പിച്ചു തരണം എന്നർത്ഥം. അപ്പൊ അതെന്ത് വേണം? നമുക്ക് ചേരാണ്ട് പോയ ചുരിദാർ നമുക്ക് ചേരുന്ന അവസ്ഥയിലേക്ക് ആവണം. നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ വാഞ്ചീശ്വരനാണ്. വാഞ്ചികൾക്ക് ഈശ്വരനായിരിക്കുന്ന ദേവനാണ്. ആരാണ് വാഞ്ചി? വാഞ്ചി വാഞ്ചി വാഞ്ചിനൗ വാഞ്ചിനഹ എന്നാണ് നകാരാന്തമായിട്ടുള്ള ശബ്ദമാണ്. ഇന്, വാഞ്ചിൻ. സംസ്കൃതത്തില് ഈ ഇന് എന്ന് കണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് ഉള്ളത് അല്ലെങ്കിൽ അത് ശീലമാക്കിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ പ്രാണിൻ, പ്രാണി, പ്രാണിനൗ പ്രാണിനഹ. പ്രാണശബ്ദത്തിൽ നിന്ന് ഇന് വെച്ചാൽ പ്രാണിൻ, അതുള്ളത് എന്ന അർത്ഥം, പൊസസിങ് ദാറ്റ് എന്ന അർത്ഥം വന്നു. അപ്പൊ പ്രാണിൻ ആരാണ്? പ്രാണൻ, ഉള്ളത് പ്രാണിൻ. അതാണ് നമ്മൾ പ്രാണി, പ്രാണിനൗ പ്രാണിനഹ. പിന്നെ ഹസ്തിൻ, ഹസ്തമുള്ളത്. ഹസ്തം കൈ, കൈയുള്ള ജീവി. ഹസ്തി, ഹസ്തിനൗ ഹസ്തിനഹ. ആനയാണ്, നമുക്കറിയാം. അപ്പൊ നമുക്കൊക്കെ കൈയുണ്ട്, എന്നിട്ട് നമ്മളെ എന്ത് പറയുന്നില്ല? നമ്മളെ ഹസ്തി എന്ന് പറയുന്നില്ല. അപ്പൊ എന്താണ് ആനയെ ഹസ്തി എന്ന് പറയാൻ എന്താ കാരണം? എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള അതീവ സുന്ദരമായ കൈയുള്ളത്, അത് എടുത്ത് പറയേണ്ടതാണ്. അതാണ് അല്ലെ ആനയുടെ ശുണ്ഠ. ശുണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുണ്ടാണ് അല്ലേ? ശുണ്ഠ എന്നുള്ള പദമാണ് മലയാളത്തിൽ എന്തായത്? ചുണ്ട് എന്നായത്. ശുണ്ഠ എന്ന് പറഞ്ഞാൽ ആനയുടെ ഈ എന്താണ് മേൽചുണ്ട് അല്ലെ? അതിന്റെ നാസയും കൂടിയതാണ് തുമ്പിക്കൈ ആയിട്ട് വരുന്നത് ശുണ്ഠ. അപ്പൊ എന്താണ്? അതൊരു എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു കൈയാണ്. വേറെ ജീവികൾക്കൊന്നും മറ്റു മൃഗങ്ങൾക്കൊന്നും നമ്മളത് കാണുന്നില്ല, തിര്യക്കുകൾക്ക് നമ്മൾ കാണുന്നില്ല. അപ്പോ അത് അതീവ മനോഹരമാണ്, ശക്തമാണ്. ഇതര ജീവികളിൽ നിന്ന് അതിനെ വ്യാവർത്തിപ്പിക്കുന്ന ഒന്നാണ് അതിന്റെ കൈ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? കരി, ഹസ്തി എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ ഇന്ന് എന്നാണ് ഇതൊക്കെ അവസാനിക്കുക. അതുകൊണ്ടാണ് അതിന്റെ സ്ത്രീലിംഗം വരുമ്പോ ഇനി എന്ന് വരുന്നത്. ഹസ്തി, ഹസ്തിനി എന്നല്ല അതിന്റെ സ്ത്രീലിംഗം. കരി, കരിണി എന്നാണ് അതിന്റെ സ്ത്രീലിംഗം. അപ്പോ അത് ഉള്ളത് അല്ലെങ്കിൽ അത് ശീലമാക്കിയത് എന്ന് അർത്ഥം വരും. അപ്പൊ എന്താണ്? വാഞ്ചി എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉള്ള, ആഗ്രഹം ഉള്ളവൻ എന്ന് അർത്ഥമാണ് വാഞ്ചി. വാഞ്ചികൾക്ക് വാഞ്ചി ഈശ്വരൻ. വാഞ്ചീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഞ്ച ഉള്ളവർക്ക് ഈശ്വരനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വരനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനായിരിക്കുക എന്ന് പറഞ്ഞാൽ നാഥനായിരിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ. നാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ. അധ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട്. പിന്നീട് എന്ന് പറയാതെ എല്ലാ കാര്യവും ഉടനെ സാധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് നാഥൻ എന്ന് പറയാ. അധ എന്നുള്ളത് ഇല്ല.
അല്ലേ? ഇപ്പൊ ഇന്നൊരു സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് തന്നെ പോയി കാണണം എന്ന് പറഞ്ഞാൽ എന്നാ പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങണ ആള്. അതാ പിന്നെ ആവട്ടെ എന്ന് വെക്കുന്നില്ല എന്നർത്ഥം. അതാണ് ഈ നാഥഹ എന്ന് പറയുന്നത്. നമ്മള് അനലൻ എന്ന് അഗ്നിയെ പറയുന്നില്ലേ? അഗ്നിക്ക് അനലൻ എന്നൊരു പര്യായമുണ്ട്. എന്താണ്? അലം ഇല്ലാത്തവൻ അനലഹ. അലം ഇത് നാസ്തി. അലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മതി, അല്ലെ? മതി, അലങ്കാരം. ഇങ്ങനെ മതി എന്ന് പറയുന്നതാണ് അലങ്കാരം, അല്ലേ? നമ്മള് രാവിലെ തന്നെ എഴുന്നേറ്റ് മുഖമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്ത് നമ്മൾ എന്താണ് പൗഡറൊക്കെ ഇട്ടു, കണ്ണൊക്കെ എഴുതി, എന്താണ് എല്ലാം നമ്മൾ പലയിടത്തും നോക്കി പോരായ്മകൾ തോന്നുന്നൊക്കെ, കണ്ണിന് നീളം പോരാൻ തോന്നി കണ്ണൊന്നും കൂടെ നീട്ടി ചെവി വരയ്ക്ക് എത്തിച്ചു, എല്ലാം കൂടെ നോക്കും, മതി, ഇങ്ങനെ മതി എന്ന് തോന്നുന്നത് എന്ത് പറയുന്നത്? അലംകാരഹ എന്ന് പറയുന്നത്, മതി എന്ന ഭാവം ഉണ്ടാക്കുന്നത്. ഈ അലത്തിന് വേറൊരർത്ഥം കൂടി ഉണ്ട്, അലം ഭാവം. മതി എന്നുള്ള ഭാവം, ഇതൊക്കെ മതിയിടോ എന്നുള്ള ഭാവമാണ് എന്ത്? അലം ഭാവം. ഈ ഒരു ഭാവം ഇല്ല അഗ്നിക്ക്. കുറെ അങ്ങോട്ട് കത്തിയിട്ട് മതി, കത്തിയത് ഇനി കത്തണ്ട എന്ന് വിചാരിച്ചിരിക്കില്ല. അങ്ങനെ അലം എന്ന ഭാവം ഇല്ലാത്തത് കൊണ്ടാണ് അഗ്നി എന്ന് പറയുന്നത് അനലഹ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ നാഥൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭക്തർ, വാഞ്ചികളായ ആളുകൾ, വാഞ്ചികളായിട്ടുള്ളവർ എന്ത് അഭിലഷിക്കുന്നോ അതിനെ സാധിച്ചു കൊടുക്കുന്ന ആളാണ് വാഞ്ചികൾക്ക് നാഥനായിരിക്കുന്നവൻ അഥവാ ഈശ്വരനായിരിക്കുന്നവൻ. വാഞ്ചികൾക്ക് ഈശൻ, അല്ലെ? ഈശ ആഹ്വയം. ഈശാഹ്വയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈശൻ എന്ന ആഹ്വയോട് കൂടിയവൻ. ആഹ്വാനം ചെയ്യപ്പെടുന്നത്, ആഹ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? പേര്. പേര് കൊണ്ടല്ലേ നമ്മൾ ആളുകളെ വിളിക്കുക? സംജ്ഞ, സമ്യക് ജ്ഞായതേ. ഒരു പേരങ്ങോട്ട് കൊടുത്താൽ അതിലൂടെ നമ്മൾ ആളെ അറിയും. അതുകൊണ്ടാണ് നമ്മൾ സംജ്ഞ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളെ നമ്മൾ എങ്ങനെയാ പറയാ? ഇപ്പൊ ഗോപാലേട്ടൻ എന്ന് പേരുള്ളത് കൊണ്ട് ഗോപാലേട്ടൻ വന്നിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലായി. അപ്പോ ഗോപാലേട്ടനെ അറിയുന്നതാണ് ഗോപാലേട്ടൻ എന്നുള്ള പേര്. അതാണ് സംജ്ഞ. സമ്യക് ജ്ഞായതേ, അറിയപ്പെടുന്നു എന്നാണ് സംജ്ഞ. അതുപോലെ തന്നെ നമ്മുടെ ബോധത്തെയും സംജ്ഞ എന്ന് പറയും. ബോധം കൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പൊ രണ്ട് പേരും ആണ് ഇത്. ഇവിടെ ആഹ്വ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോ അത് വാഞ്ചീശ്വര ആഹ്വ ആയിട്ടുള്ള, വാഞ്ചീശ്വരൻ എന്ന ആഹ്വയോട് കൂടിയ, വാഞ്ചീശ്വരൻ എന്ന് അറിയപ്പെടുന്ന ഹരമഹസഹ, ഹരനായിട്ടുള്ള മഹസ്. ഹരൻ ഹരിക്കുന്നവൻ, അല്ലേ? ആരാണ് ഹരൻ? ശ്രീ പരമേശ്വരനാണ്. ഹരിക്കുന്നവനാണ്, ഈശ്വരനാണ്. ത്രിമൂർത്തികളിൽ ഉഗ്രമൂർത്തിയാണ് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? ഹരനായതുകൊണ്ടാണ്. ഹരിക്കുന്നവനാണ്, നമ്മളെ ഹരിക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് എടുക്കുക, എടുത്തുകൊണ്ടു പോവുക എന്നൊക്കെയാണ് അർത്ഥം. ഈശ്വരനാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഹരിക്കുന്നത്. അപ്പൊ ത്രിമൂർത്തികളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോ അതിൽ ഉഗ്രമൂർത്തി. കാരണം എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ സംഹരിക്കുക എന്ന് പറയുമ്പോ നമുക്ക് എന്തില്ല? സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ്? പേടിയൊന്നുമില്ല. രക്ഷിക്കുക എന്ന് പറയുമ്പോഴും പേടിയില്ല. സംഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോയി. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ മൂന്ന് മൂർത്തികളിൽ ശ്രീ പരമേശ്വരനെയും പാർവതിയെയും പറഞ്ഞിട്ടുള്ളത് ആരായിട്ടാണ്? മാതാപിതാക്കളായിട്ടാണ്, അല്ലേ? മാതാപിതാക്കളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാളിദാസൻ പറയുന്നു, ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗത്തിന് പിതാക്കളായിട്ടുള്ള പാർവതീ പരമേശ്വരന്മാരെ നമസ്കരിക്കുന്നു. അവരാ മൂന്ന് കണ്ണോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ? മാതാപിതാക്കന്മാരായിട്ട്. എന്തിനാണ് ഈ മൂന്ന് കണ്ണ് മാതാപിതാക്കന്മാർക്ക്? രണ്ട് കണ്ണ് പോരെ? വിഷ്ണുഭഗവാൻ സ്രഷ്ടാവിന്, ബ്രഹ്മാവിന് 4 മുഖം കൊടുത്തു, അല്ലേ? 5 മുഖം ഉണ്ടായിരുന്നു. 5 ഇല്ലെങ്കിലും വിരോധമില്ല, 4 മതി. ഒരെണ്ണം ശ്രീ പരമേശ്വരൻ പറഞ്ഞു, വേണ്ട, സൃഷ്ടി ചെയ്യാൻ എന്ത് മതി? 4 മുഖം മതി. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ വീക്ഷിക്കാൻ 4 മുഖം വേണം. അപ്പൊ സൃഷ്ടി നടക്കുമ്പോ എന്ത് വേണം? സൃഷ്ടി നടത്തുന്ന ആൾക്ക് സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നോക്കാനുള്ള മുഖം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് എന്ത് വേണം? ആ കുഞ്ഞിന് വൈകാരികമായിട്ടും
ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നെന്താണ് മറ്റ് എല്ലാ വിധത്തിലുമുള്ള ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കി ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാവാൻ പാടുള്ളൂ? സൃഷ്ടി നടത്താൻ പാടുള്ളൂ. അതിനാണ് ബ്രഹ്മാവിന് 4 മുഖം പറഞ്ഞിട്ടുള്ളത്. മുകളിലേക്ക് നോക്കിയില്ലെങ്കിൽ വേണ്ടില്ല, അത് ഈശ്വരാനുഗ്രഹം തനിയെ ഉണ്ടായിക്കോളും. ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ അത് ബ്രഹ്മാവ് അങ്ങനെയാണ് നാൻമുഖനായിട്ട് ഇരിക്കുന്നത്. വിഷ്ണു ഭഗവാനാണെങ്കിൽ രക്ഷകനാണ്, സംരക്ഷിക്കുന്ന ആളാണ്. സംരക്ഷിക്കുന്ന ആൾക്ക് എന്ത് വേണം? 4 കൈയിന്റെ അധ്വാനം വേണം. അധ്വാനിച്ചു വേണം കുട്ടികളെ വളർത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? 4 കൈ വേണം. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഴിവാണ് പാരന്റിങ്ങിന് ഉണ്ടാവേണ്ടത്. പാരന്റിങ് അതിനെന്ത് വേണം? നിടിലത്തിൽ 3ാമതൊരു കണ്ണ് വേണം. അത് വിവേകത്തിന്റെ കണ്ണായിരിക്കണം. അതുകൊണ്ടാണ് അത് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. നിടിലത്തിൽ ലലാടത്തിൽ കൊണ്ട് വെച്ചിട്ടുള്ളത്. വിവേകത്തോടു കൂടി നോക്കണം. അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയ കുട്ടി സ്കൂളിലാവില്ല ചിലപ്പോ പോയിട്ടുണ്ടാവുക. അപ്പൊ എന്ത് വേണം? ഇവൻ സ്കൂളിലേക്ക് തന്നെയാണോ പോയത്, അല്ലെങ്കിൽ ഇന്ന് ഇവൻ എന്നുള്ളതിനേക്കാളും പ്രാധാന്യം ഇവൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പെൺകുട്ടികൾ ഇന്ന് കൂടുതൽ അൺറൂളി ആയിട്ടുണ്ടോ എന്നൊരു സംശയം എന്റെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. തീരെ നിയന്ത്രണ വിധേയരല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ കുട്ടികൾ പോകുന്നത് അവിടേക്ക് തന്നെയാണോ? കുട്ടികളിൽ എന്താണ്? കണ്ണുമണി കണ്ടതുപോലെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ നാടകം, അതിൽ എപ്പോഴും എന്താണ്? ആത്മീയ കാര്യങ്ങളിൽ അലൗകിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവനായ തപകൃശ ഗാത്രനായിട്ടുള്ള കണ്ണുമണി തൻ്റെ മകളുടെ വിചാരവികാരങ്ങൾ മുഴുവൻ അറിയുന്നു. ആദത്തെ പ്രിയമണ്ഡനാഭിഭവതാം സ്നേഹേനയാ പല്ലവം. അവിടെ നേരം വെളുത്ത അവള് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എന്താണ്? ചെടികൾക്ക് നനയ്ക്കും. അവൾക്ക് പൂ ചൂടാൻ കൊതിയുണ്ട്, എൻ്റെ മകൾക്ക് പൂ ചൂടാൻ കൊതിയുണ്ട് എന്ന് മനസ്സിലാകുന്ന താപസനായ അച്ഛൻ. ആണോ? അച്ഛൻ എത്ര ബിസി ആയിക്കൊള്ളട്ടെ, മക്കളുടെ എന്താണ് ഭാവങ്ങൾ അവൾ ഒരു തളിര് പോലും നുള്ളില്ല എൻ്റെ മകൾ എന്നറിയുന്ന അച്ഛൻ. ഈ വീക്ഷണം അതെന്താണ്? അത് അദ്ദേഹത്തിലെ എന്താണ്? മുക്കണ്ണന്റെ ഭാവമാണ് അവിടെ കാണിക്കുന്നത്. നിടിലക്ഷണനാണ് അത്. അതെപ്പോഴും ജ്വലിക്കുന്നതായിരിക്കണം. അതിനോർക്കണ്ടാവാൻ പാടില്ല. അത് ജ്വലിക്കുന്ന അഗ്നിനേത്രമാണ്. അത് ഈ ഭാവമാണ് ഇങ്ങനെ പുരാണ കഥാപാത്രങ്ങൾക്ക്, ഈശ്വര കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങൾ കൽപ്പിക്കുന്നതിലൂടെ പ്രതീകാത്മകമായി വലിയ ഒരു ആശയ പ്രപഞ്ചം നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്തല്ല ആ കഥാപാത്രങ്ങളെ കളിയാക്കാൻ ഇന്നിപ്പോ വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രവണത കണ്ടുവരുന്നു. നമ്മുടെ കഥാപാത്രങ്ങളെ പലതിനെയും ഏറ്റവും മോശമായി നിന്ദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലെ? ദിഗംബരൻ എന്ന് ശിവനെ അധിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ വൃത്തികെട്ട, കേട്ടാൽ അറയ്ക്കുന്ന ചില എന്താണ് വ്യാഖ്യാനങ്ങൾ വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അത് എന്താണ്? അതിന്റെ തത്വത്തിലേക്ക് പോകാത്തത് കൊണ്ട് ദിഗംബരൻ എന്ന് പറഞ്ഞ നഗ്നനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിക്കാകുന്ന അമ്പരത്തോടു കൂടിയവനാണ്. അമ്പരം ശരീരത്തിൽ ചേർന്നാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ദിക്കാണ് അമ്പരം എന്ന് പറഞ്ഞാൽ ആ ദേവന്റെ ശരീരം എവിടെയാണ് നിൽക്കുന്നത്? ദിഗന്ധങ്ങളിലാണ് നിൽക്കുന്നത്. ദിഗന്ധങ്ങൾ തോറും വ്യാപിച്ചിരിക്കുന്ന ഗാത്രത്തോടു കൂടിയവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നഗ്നനല്ല. നഗ്നൻ ആരാണ്? ഗനാകളുണ്ടെന്നുള്ള വിചാരമില്ലാണ്ട് നടക്കുന്നവനാണ് നഗ്നൻ. ഗന എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ത്രീ. ഗന അല്ലെ? ഗൈനക്കോളജി എന്നൊക്കെ കേട്ടല്ലേ? ആ ഗൈനിയിലെ ആ ഗൈനിയാണ് എന്ത്? ഗന. സംസ്കൃതത്തിൽ അതിന് ഗന എന്നാണ് പറയാ. സമസ്മിൻ ജായമാന ആസദഗ്നാഹ. പുരൂരവസേ നീ ചക്രവർത്തിയായത് ഗന. സ്ത്രീകളുടെ ഉൾപ്പെടെ ഇംഗിതമനുസരിച്ചാണ്. അല്ലാണ്ട് ആണുങ്ങളുടെ മാത്രം വോട്ട് കിട്ടിയിട്ടല്ല പുരൂരവസേ നീ ചക്രവർത്തിയായത്. ആസദ ഗനാഹ.
സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായി. ഏത് കാലത്താ? ഇത് ഋഗ്വേദമാണെന്ന് ഓർക്കണം. ആ കാലത്ത് ചക്രവർത്തി ആരാണ്? സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതമനുസരിച്ചാണ് ചക്രവർത്തിയായത്. അപ്പൊ കിങ് മേക്കർമാര് ആണുങ്ങൾ മാത്രമല്ല. ആരാണ്? നമുക്ക് വേദത്തിൽ ഇത് പറയും. നമ്മുടെ സംസ്കാരം എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഏറ്റവും എന്താണ് പറയാ, പുരോഗതി പ്രാപിച്ച വികസിത രാഷ്ട്രങ്ങൾ, വികസിതം എന്നും പറഞ്ഞാൽ പോരാ, അതിവികസിത രാഷ്ട്രങ്ങൾ, വികസിച്ച് 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 മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായ രാജ്യങ്ങൾ, അല്ലേ? വികസിച്ച് വികസിച്ച് എന്തായിരിക്കുന്നു? കുടുംബങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം എന്ന് വളരെ അടുത്ത കാലത്താണ്. അപ്പോഴാണ് നമ്മുടെ ഋഗ്വേദത്തിൽ പറയുന്നത് സമസ്മിൻ ജായമാന ആസത ഗനാഹ, ഗനാകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഗന എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ഗൈനക്കോളജി ഒക്കെ വരുന്നത്. ആ പദങ്ങൾ സെയിം റൂട്ടാണ്. അപ്പോ സ്ത്രീ രോഗമാണല്ലോ സ്ത്രീകളെ സംബന്ധിക്കേണ്ട. അപ്പോ സ്ത്രീകൾ ഉണ്ടെന്നുള്ള വിചാരമില്ലാതെ നടക്കുന്നവനാണ് നഗ്നഹ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നാഥ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നഗ്ന. ഗന സ്ത്രീ. എന്തുകൊണ്ടാണ് പുരുഷന്മാർ നന്നായി വേഷം ധരിച്ച് നടക്കുന്നത്, അത്യാവശ്യ വേഷം ധരിച്ച് നടക്കുന്നത്? സ്ത്രീകളുള്ളത് കൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ അവരതും ധരിക്കില്ല. അതിരിക്കട്ടെ. അപ്പോ സമസ്മിൻ ജായമാനെ ആസത ഗനാഹ. അപ്പൊ നഗ്നൻ എന്ന് പറഞ്ഞത് സ്ത്രീകൾ ഉണ്ടെന്നുള്ള വിചാരമില്ലാതെ വിവസ്ത്രനായിട്ട് നടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലല്ല ദിഗംബരഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിക്കാകുന്ന വസ്ത്രത്തോട് കൂടിയവൻ എന്നാണ്. ഈ അർത്ഥത്തെ നമ്മൾ പിന്നെ പിന്നെ അതിന് വ്യാപകമായ അർത്ഥം കൊടുത്താണ് നമ്മൾ ദിഗംബരൻ എന്ന വാക്കിനെ എന്തർത്ഥമാക്കിയത്? നഗ്നഹ എന്നോ വിവസ്ത്രഹ എന്ന അർത്ഥം നമ്മൾ കൊടുത്തത് അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കഥാപാത്രങ്ങളെ ഒന്നും നമുക്ക് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെന്താണ്? അതിൻ്റെ സത്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നതിന്, സനാതനങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിനാണ്. പക്ഷെ അവർ കണ്ട വിധത്തിലുള്ളതായ സഹൃദയത്വം നമുക്കില്ലാത്തത് കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നാം ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോ വാഞ്ചീശ്വരൻ എന്ന ആഹ്വയത്തോടു കൂടിയ ഹരമഹസ്, ഹരൻ. അപ്പൊ ഹരൻ ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മാതാപിതാക്കന്മാരാണ്. ഈ 3 കണ്ണോടുകൂടി മക്കളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരാണ്. അപ്പൊ അവർ ഹരിക്കുന്നത് എങ്ങനെയാണ്? മാതാപിതാക്കന്മാരെ തന്നെ നോക്കുക. മാതാപിതാക്കന്മാർക്ക് എത്ര നേരം കുട്ടികളെ നിലത്തിരുന്ന് കളിക്കുന്നത് കണ്ടിരിക്കാൻ പറ്റും, അല്ലേ? കുറച്ചു നേരമൊക്കെ അവന്റെ ചേഷ്ടകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ മെല്ലെ മെല്ലെ അവന്റെ അടുത്തേക്ക് ചെല്ലും, കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. പിന്നെ എന്ത് ചെയ്യും? അതിനെ വാരി ഇങ്ങോട്ട് എടുക്കും. വാരി എടുത്തോണ്ട് അതുകൊണ്ടും തൃപ്തിയായില്ല. പിന്നെ എന്താണ്? അതിനെ ചുംബിക്കുന്നു, ആശ്ലേഷിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്താണ് ചുംബിക്കുക ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ആ കുട്ടിയുമായി ഒന്നായി തീരാനുള്ള വ്യഗ്രതയാണ്. എത്രയ്ക്ക് നമ്മളിലേക്ക് ചേർക്കാമോ അത്രയ്ക്ക് നമ്മളിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ശ്രീ പരമേശ്വരനും പാർവതിയും. 2 പേർക്കും ഉണ്ട് 3 കണ്ണ്, അല്ലേ? 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 ഉണ്ട്, അല്ലേ? ത്രിനയനം, അങ്ങനെയല്ലേ? സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം. എന്താ ത്രിനയന? 3 കണ്ണുണ്ട്, അല്ലേ? ശ്രീ സൂക്തത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. ശ്രീ സൂക്തത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ചൊല്ലാറുള്ളൂ, അല്ലേ? മിക്കവാറും എന്താണ്? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ, അല്ലെ? ത്രംബക. എന്താ ത്രംബക? 3 അംബകങ്ങളോട് കൂടിയവൾ. അംബകം. അംബകം എന്താണ്? കണ്ണ്. അമ്പ ആരാണ്? അമ്പാര? അമ്മ. അംബകമാണ് കണ്ണ്. അംബകം. അമ്മയെ അമ്മയാക്കുന്നത് കണ്ണാണത്രേ. നോട്ടം. കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള കാര്യം എന്താണ്? അമ്മ കണ്ടെത്തും. അപ്പൊ അമ്മയെ അമ്മയാക്കുന്നത് എന്താണ്? കണ്ണാണ്. അമ്മയുടെ കണ്ണ്, ദൃഷ്ടി, അല്ലെ? അപ്പോ അംബകം, അല്ലെ? അമ്പയാക്കുന്നത് എന്ന് നമുക്ക് അതിനൊരു വ്യുത്പത്തി പറഞ്ഞാൽ അക്ഷരം പ്രതി അത്
ശരിയാണ്. കുട്ടിക്ക് അസുഖം വരുന്നുണ്ട്, എന്റെ കുട്ടിക്ക് അമ്മ നേരെ കാണുന്നു. എന്റെ കുട്ടിയെ എവിടെ വെക്കാൻ പറ്റില്ല, അതിനെന്താണ് മുൻകൂട്ടി കാണുകയാണ് അമ്മ. അപ്പൊ ത്രയംബകയാണ്, 3 അമ്പകങ്ങളോട് കൂടിയവരാണ് മാതാപിതാക്കന്മാർ. അപ്പൊ ഈ ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളിലേക്ക് സ്വീകരിക്കുക, ഒന്നാക്കി തീർക്കുക, കൈവല്യപ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നോക്കിയാൽ ശ്രീ പരമേശ്വരൻ നാം വിചാരിക്കുന്ന അർത്ഥത്തിലുള്ള ഉഗ്രമൂർത്തിയല്ല. പക്ഷെ എന്താണ്? ആ മൂർത്തി ഉഗ്രനാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഉഗ്രമൂർത്തി എന്ന് ഇങ്ങനെ പറയും. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഉഗ്രമൂർത്തി, പേടിയോട് കൂടിയിട്ടാണ്. ഇപ്പൊ എന്താണ്? അങ്ങനെ പേടിക്കേണ്ടതല്ല ഇത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയുള്ള ഹരൻ എന്ന ആ മഹസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശോഭ അല്ലേ? ആ ശോഭയാണ്, അല്ലാതെ എന്തല്ല അങ്ങനെ ഒരു മൂർത്തിയായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഹരൻ എന്ന ആ മഹസ്സിന്റെ ഉല്ലാസം എന്താണ്? അതിന്റെ ഉല്ലസിക്കൽ, ഉയർന്ന് പരിലസിക്കലാണ് ഉല്ലാസം. അപ്പൊ അവിടെ വലിയ പ്രകർഷത്തോടുകൂടി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ആ തേജസ് ഉല്ലാസഹ അയം. ആ ഉല്ലാസം മാമികാം വാഞ്ചാം പൂരയേത്. മാമിക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എന്റേതായിട്ടുള്ള അല്ലെ? മാമകം നമ്മൾ എങ്ങനെ പറയും? പുല്ലിംഗത്തിലോ നമസ്ലിംഗത്തിലോ പറയാം. മാമക എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് എന്ത്? മാമിക. കണ്ടോ? അക എന്ന് അവസാനിക്കുന്നതൊക്കെ എന്തിനാണ് സ്ത്രീലിംഗം വരിക? ഇക എന്നാവും സ്ത്രീലിംഗത്തില്. അധ്യാപക, അധ്യാപിക, അങ്ങനെയല്ലേ? അധ്യാപക, അധ്യാപിക അല്ലെ? നായക, നായിക, ഗായക, ഗായിക. അപ്പൊ അഭിഭാഷകൻ, അഭിഭാഷിക. അതാണ് വെറും വയറ്റിൽ പത്രം വായിക്കരുത് എന്ന് പറയുന്നത്. വെറും വയറ്റിൽ പത്രം വായിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോ അഭിഭാഷിക എന്ന് പറയാൻ പറ്റാതെ ആയത്. കാരണം അവരെഴുതി വെക്കുന്ന ആ അഭിഭാഷക എന്ന വികൃത രൂപം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് നമുക്ക് അഭിഭാഷികയും ഉദ്ഘാടികയും സംഘാടികയും ഒന്നും ഇല്ലാതെയായി തീർന്നു. നമുക്ക് ഇവരൊക്കെ വേണം. നമുക്ക് അഭിഭാഷിക വേണം അല്ലെ? ഉദ്ഘാടിക വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെ നമുക്ക് അവതാരിക, ഒരു സംശയം വേണ്ട, അവതാരിക എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ പുസ്തകങ്ങൾക്ക് അവതാരിക എന്താണ്? അവതാരികയായ വാക്ക്. ഈ ഉക്തി സ്ത്രീലിംഗമല്ലേ? അപ്പോ ഒരു ഗ്രന്ഥത്തെ സഹൃദയന്മാരില് അവതരിപ്പിക്കുന്ന ഉക്തിയാണ് അവതാരിക എന്ന് പറയുന്നത്. അവതരണം ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവതാരിക എന്ന് തന്നെയാണ് അതിന്റെ വാക്ക്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താണ് അവതാരിക പുസ്തകത്തിനൊക്കെ എഴുതേണ്ടതല്ലേ എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കും അല്ലേ? ഇംഗ്ലീഷിലെ ഒരു വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ട് ഇല്ലേ? ഇപ്പൊ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയോട് ടീച്ചർ പറയുന്നു യു സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് നിൽക്കുക. അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇല്ലേ? അതുണ്ട് ഇല്ലേ? ബസ് സ്റ്റാൻഡ് ഉണ്ട്. പുസ്തകം വയ്ക്കണ സ്റ്റാൻഡ് ഇല്ലേ? നമ്മള് തുണി തൂക്കിയിടുന്ന സ്റ്റാൻഡുകളില്ലേ? അപ്പോ ഒരു വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ എന്നുള്ള നമ്മുടെ ആ ഭാവന ആദ്യം നമ്മൾ മാറ്റുക. പദങ്ങൾക്ക് പലതിനും എക്സ്റ്റെൻഡഡ് മീനിങ്ങുകൾ ഉണ്ട്, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള അർത്ഥങ്ങൾ പദങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡ്. ഇപ്പൊ നമ്മൾ തേക്കുക, നമ്മൾ പറയും തേക്കുക എന്ന് പറഞ്ഞാൽ തുണി തേക്കുക, അതിന് നമ്മൾ അയൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭിത്തി തേക്കുക, അതിനെ പ്ലാസ്റ്ററിങ് എന്നാണ് പറയുന്നത്. മരുന്ന് പുരട്ടുക ശരീരത്തിൽ, അതിനെ അപ്ലൈ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, തേക്കുക എന്നുള്ള ഏതൊക്കെ വാക്കുകളുണ്ട്? ഇതുപോലെയാണ് അവതാരിക. അവതരണം, ഒരു വിഷയം അവതരിപ്പിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവതാരിക തന്നെയാണ് എന്ന് അർത്ഥം. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശരിയായ പദങ്ങളെ നോക്കി അതിനനുസരിച്ച് പ്രയോഗിക്കുക. പത്രത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതാണ് ശരിയെന്ന് ധരിക്കുക. ഇന്നിപ്പോ പത്രത്തെ തീരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലം ആയിരിക്കുന്നു അല്ലെ? ഇന്നലെയല്ല മിനിഞ്ഞാന്ന് എന്താണ് കൃഷിനാശത്തിന് ഉത്തരവാദികളായ മൃഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെന്റ് വകുപ്പുണ്ടായിരുന്നു. മിനിഞ്ഞാത്ത പത്രത്തിലാ. കൃഷിനാശത്തിന് ഉത്തരവാദികളായ
മൃഗങ്ങൾ ഉണ്ട്. നമ്മുടെ മാതൃഭൂമി പത്രം എടുത്ത ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പേജ് സാധാരണ പരസ്യമാണ് പതിവ് അല്ലേ? പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫ്രണ്ട് പേജ് നുള്ളിക്കളയുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം വായിക്കാൻ തുടങ്ങാൻ. അതുപോലെ അവർക്ക് നിലനിൽപ്പ് ആവശ്യമാണ്, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങളുടെ തെറ്റുകൾ പലപ്പോഴും എഴുതുന്നു അല്ലെ? പ്രകൃതി എന്താണ് കൃഷിനാശത്തിന് കാരണക്കാരായ മൃഗങ്ങൾ, അവരാണ് കാരണം. അവർ ഉത്തരവാദികൾ എന്ന് എഴുതിയാലോ? ഉത്തരവാദി ആരാണ്? ഉത്തരവാദി നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ശീലമാക്കിയ ഇനി പ്രത്യേകം ഉത്തരവാദം ഉള്ള ആളാണ് ഉത്തരവാദിൻ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുന്ന ആള്. കൃഷിനാശം, എന്തിനാ ആനെ നീ കൃഷി നശിപ്പിച്ചു വെച്ചാൽ ആന കൃത്യമായിട്ട് ഉത്തരം പറയും എന്ന അർത്ഥത്തിലാണ് ഉത്തരവാദി എന്നുള്ളത് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ പണ്ട് ഹിതോപദേശത്തിന്റെ ഒക്കെ കാലത്ത് നമ്മുടെ കാക്കയും കുറുക്കനും ഒക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ നമ്മുടെ മൃഗങ്ങളിപ്പോ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നും. അപ്പോ ചിന്തിക്കാൻ അവർക്ക് നേരില്ല. അപ്പൊ പോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ശോഭയാണ് ഭക്തന്മാരുടെ അഭിമതങ്ങളെ സാധിച്ചു കൊടുക്കുന്നതിനായി വർത്തിക്കുന്ന പരമമായ ശോഭ. ആ ഒരു ശോഭയാണ്, ആ ശോഭയായി വർത്തിക്കുന്ന അതിനെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മളൊരു രൂപം ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് എന്തില്ല, നമ്മുടെ ഈ രൂപത്തിലൊന്നും ഒതുങ്ങുന്നതല്ല ഈശ്വര സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോ ആ മഹസ്സിന്റെ ഉല്ലാസം, ആ മഹസ്സിന്റെ എന്താണ് ഉല്ലസിക്കൽ എന്ന് പറഞ്ഞാൽ വിടർന്ന് ഉല്ലസിക്കുക അല്ലെ? അതിന്റെ ആ പ്രകാശം അത് നമുക്ക് എന്ത് ചെയ്യട്ടെ? മാമികാം വാഞ്ചാം പൂരയെ, എന്റെ വാഞ്ചയെ അത് പൂരിപ്പിച്ചു തരട്ടെ എന്നർത്ഥം. ഇനി ആ തേജസ് എങ്ങനെയാണ് വർത്തിക്കുന്നത്? അത് പരമസംപ്രീതമായിട്ടാണ് വർത്തിക്കുന്നത്, ഏറ്റവും ആനന്ദത്തോടു കൂടി വർത്തിക്കുകയാണ്. എങ്ങനെയാണ്? സഹ ആ തേജോരൂപമായ ഈശ്വരൻ ശിവ ഷൺമുഖ ഗജമുഖ ഖേട പ്രിയാദ്യന്വിതനാണ്. ശിവ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവ ഭവാനി രുദ്രാണി. ശിവ ദേവിയാണ്, പാർവതി ദേവി. ഷൺമുഖൻ അല്ലെ? 6 മുഖത്തോട് കൂടിയ ദേവൻ. എന്തൊരു സംപ്രീതനായിട്ടുള്ള ദേവനാണ് അല്ലെ? എന്തിനാണ് ദേവന് 6 മുഖം? നമുക്കറിയാം അല്ലെ? അത് കൃതാർത്ഥതയുടെ കൃതജ്ഞതയുടെ പര്യായമായിട്ടുള്ള ദേവനാണ് അല്ലെ? അത് എന്താണ്? വീക്ഷ സമർപ്പിത സൂത്രമഹാസത്രം നിജഷഡ്വക്ത്രം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഷൺമുഖ സ്തുതിയിൽ പറയുന്നുണ്ട്. എന്താണ്? വീക്ഷ സമർപ്പിത സൂത്രമഹാസത്രം നിജഷഡ്വക്ത്രം സേനാനാഥമുദാരം പ്രണമത ദേവേശം ഗുഹമാവേശം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയാണ്. എന്താണ് ഈ ഷൺമുഖന്റെ 6 മുഖം എന്ന് പറയാണ്? തനിക്ക് താൻ ജനിച്ച് വീണപ്പോൾ തനിക്ക് സ്തന്യം നൽകിയ 6 അമ്മമാരെ, ഈ 6 അമ്മമാർക്ക് എന്ത് ചെയ്തതാണ്? വീക്ഷാ സമർപ്പിത സൂത്രമഹാസത്രം നിജഷഡ്വക്ത്രം, തൻ്റെ 6 മുഖങ്ങൾ 6 അമ്മമാർക്ക് സൂത്രരൂപത്തിൽ നൽകിയ ദക്ഷിണയാണ് എന്ന്. ദക്ഷിണ നമ്മൾ എങ്ങനെയാണ് ദക്ഷിണ നൽകുന്നത്? നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ആൾക്ക്, തന്ന ആൾക്ക് നമ്മളൊരു പ്രതീകാത്മകമായി നൽകുന്ന പാരിതോഷികമാണ്. പാരിതോഷികം സന്തോഷിപ്പിക്കാനായിട്ട്, പരിതോഷിപ്പിക്കാൻ കൊടുക്കുന്നതാണ് നമ്മൾ ദക്ഷിണ എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? വീക്ഷാ സമർപ്പിത സൂത്ര മഹാസത്രം നിജഷഡ്വക്ത്രം, തനിക്ക് സ്തന്യം നൽകിയ അമ്മമാർ 6 പേരെയും നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ എന്താണ്? ദക്ഷിണ എന്താണ്? കുഞ്ഞ് എന്താണ്? സ്തന്യമുണ്ട്, സംതൃപ്തമായ വയറ് നിറയുമ്പോ കുഞ്ഞ് പുഞ്ചിരിയോടുകൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു നോട്ടമുണ്ടല്ലോ, അനിർവചനീയമായ ആനന്ദമാണ് ആ നോട്ടം അമ്മയ്ക്ക് നൽകുന്നത്. അത് അറിയണമെങ്കിൽ അത് അമ്മയ്ക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. ഒരച്ഛനും അതിന്റെ ആ എന്താണ് പറയാ, അതിന്റെ ആ തീവ്രത
അച്ഛന് മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ആനന്ദമാണ് കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മന്ദഹാസത്തോടു കൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പോ തനിക്ക് സ്തന്യം നൽകിയതിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ഒരമ്മയെ നോക്കിയിട്ട് മറ്റേ അമ്മയെ നോക്കുമ്പോൾ രണ്ടാമത്തെ അമ്മയെ മൂന്നാമത്തെ അമ്മയെ നോക്കുമ്പോൾ എന്താണ് അവിടെ എന്തുവരും? അവിടെ തടസ്സം വരും നോട്ടത്തിൽ. അതെങ്ങനെയായിരിക്കണം? നിർബാധമായിട്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? 6 മുഖം എടുത്ത് ഓരോ അമ്മയെയും നോക്കി എന്നാണ്. അപ്പോ സൂത്രം എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായിട്ട്, ഏറ്റവും സംക്ഷിപ്തമായിട്ട് വരുന്നതാണ്. ശാസ്ത്രതത്വങ്ങളെ പ്രതിപാദിക്കുന്ന രൂപമാണ് സൂത്രം. പാണിനീയ സൂത്രം, വ്യാകരണ സൂത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ ഏറ്റവും സംക്ഷിപ്തമായ വിധത്തിൽ അതിൻ്റെ വികാര തീവ്രത നഷ്ടപ്പെടാതെ 6 അമ്മമാരെയും വീക്ഷിച്ചതാണ് സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങൾ എന്നാണ്. അപ്പോ ആ കൃതജ്ഞതയുടെ പര്യായമാണ് ആ ദേവൻ. അമ്മമാരോടുള്ള കൃതജ്ഞത കൊണ്ട് ഒരു ബാധയും ഏശാതെ നിർബാധമായി 6 പേരെയും നോക്കാൻ വേണ്ടി 6 മുഖം കൊണ്ടു എന്നാണ്. അങ്ങനെ ആ അറുമുഖൻ ആയ ദേവൻ ഷൺമുഖനോട് കൂടിയിട്ടും, അപ്പൊ ആരൊക്കെയുണ്ട് അവിടെ? ശിവ, ഭവാനി ദേവിയുണ്ട്, ഷൺമുഖനുണ്ട്, ഗജമുഖനുണ്ട്, ഗജാനൻ അല്ലെ, നമ്മുടെ വിഘ്നേശ്വരൻ, വിഘ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാറ്റിനെയും അകറ്റുന്നവനായ ഗജമുഖൻ, ഖേടപ്രിയൻ. ഖേടം എന്താണ്? ആഖേടം. ആഖേടം എന്ന് പറഞ്ഞാല് നായാട്ട്, മൃഗയാ, അതാണ് ആഖേടപ്രിയനായ ദേവൻ. അതാരാണ്? ആഖേടപ്രിയനായ പുത്രനാണ്. അത് അയ്യപ്പനാണ്. ശ്രീ അയ്യപ്പൻ, ധർമ്മശാസ്താവ്. ധർമ്മശാസ്താവ് ആദി അന്വിതസ്യ, മുതലായവരോട് കൂടിയവൻ. അപ്പോ ദേവി, ഷൺമുഖൻ, ഗജമുഖൻ, ധർമ്മശാസ്താവ് മുതലായവരോട് കൂടിയവൻ. മുതലായവർ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? ശിവന്റെ പാർഷദന്മാരുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവരോടും കൂടി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ കുടുംബമായിരിക്കുന്ന ദേവൻ എന്നർത്ഥം. എല്ലാവരും അങ്ങനെ സമ്പൂർണമായിട്ടുള്ള കുടുംബത്തോട് കൂടി ഇരിക്കുമ്പോൾ ദേവൻ എന്തായിരിക്കും? അതീവ സുസംഹൃഷ്ടമാനസനായിരിക്കും. സമ്യക്കായി സുഷ്ടു, സമ്യക്കായി ഹർഷം പൂണ്ട മനസ്സത്തോടും കൂടിയിരിക്കുന്നു. ഏറ്റവും പരമസംപ്രീതനായിരിക്കുന്ന ആ ദേവൻ. അപ്പൊ എന്തൊക്കെയായി ഇപ്പോ നമ്മൾ എവിടം വരെ പറഞ്ഞു? സഹ ശിവ ഷൺമുഖ ഗജമുഖ ഖേട പ്രിയാദ്യ അന്വിതസ്യ വാഞ്ചീശ്വരാഹ്വയ പരമഹസഹ ഉല്ലാസഹ അയം മാമികാം വാഞ്ചാം പൂരയേ. ഇങ്ങനെ ഇരിക്കുന്ന ആ പരമ ശോഭയുടെ ഉല്ലാസം തന്നെയായിരിക്കുന്ന ദേവൻ എൻ്റെ ഇച്ഛകളെ പൂരിപ്പിച്ചു തരട്ടെ എന്നർത്ഥം. ഇനി എന്താണ് അതിന് മുൻപും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണത്? അഹോ ഇഹ ഒരു സുഹൃതാരംഭ സംഭാവനീയം യത് ധാമ. ധാമ എന്നുള്ളതിനും ശോഭ അല്ലെങ്കിൽ ആലയം, ഭവനം എന്നൊക്കെ അർത്ഥമുണ്ട് ഈ ധാമ എന്നുള്ളതിന്. എന്തിനെയാണ്? ഉരുവായിരിക്കുന്ന സുഹൃതങ്ങളുടെ ആരംഭം കൊണ്ട് സംഭാവനീയമായിരിക്കുന്നതാണ് ആ തേജസ്, ആ ദിവ്യ തേജസ്. ഉരുവായ വർദ്ധിച്ചതായ സുഹൃതങ്ങൾ, അവയുടെ ആരംഭം. ആരംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരംഭം. അത് ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ സുഹൃതങ്ങൾ ആരംഭിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ഫലിക്കാൻ ആരംഭിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ധാമത്തെ, ഈ തേജോധാമത്തെ സംഭാവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മൾ പല രൂപത്തിൽ പല സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പല വിധത്തിലുള്ള ആരാധനകൾ നടത്താറുണ്ട്, വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ദേവനാണ് നാം ചെന്ന് എത്തിപ്പെടേണ്ടതായ പരമമായ തേജസ്. അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മളിപ്പോ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പല പല ഡോക്ടർമാരെയും കാണിക്കും. പലരെയും കാണിച്ചിട്ട് കുറെ ചികിത്സ ചെയ്യും, ഒരു ഗുണം ഉണ്ടായില്ല. ചിലർ പറയും ഇതിന് ചികിത്സയൊന്നും ഇല്ല എന്ന് പറയും. ചികിത്സയൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ചികിത്സ ഉണ്ട്, അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ അർത്ഥം വിചാരിക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില രോഗങ്ങൾക്കൊക്കെ പല ഡോക്ടർമാരും പറയും ഇതിന് ചികിത്സയൊന്നും ഇല്ല കേട്ടോ എന്ന് പറയും.
പിന്നെന്താണ്, നമ്മൾ ചെന്ന് 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 നമ്മൾ എത്തിപ്പെടേണ്ട ചില ഡോക്ടർമാരുണ്ട്. അവർ കൃത്യമായിട്ട് അത് കണ്ടെത്തും, അതിന് ചികിത്സയും ചെയ്യും. പിന്നെന്താണ്, അത് മാറുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും ഇവിടെ എത്തിയില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ എന്താണ്, ഈ ദേവന്റെ അടുത്ത് ഞാൻ എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നു വേണ്ട. നമ്മുടെ സുഹൃതപൂരങ്ങൾ ഫലിക്കുവാൻ തുടങ്ങുമ്പോഴേ ഈ ദേവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ദേവനെ നമ്മൾ സംഭാവനം ചെയ്യുകയുള്ളൂ, സമ്യക്കായി ഭാവനം ചെയ്യുകയുള്ളൂ. ഈ ദേവനിലെത്തിയാൽ എന്താണ്, നമ്മുടെ വാഞ്ചകൾ പൂർത്തീകരിക്കപ്പെടും എന്നർത്ഥം. അപ്പോ പ്രാരബ്ധമാകുന്ന സമയത്തെ ഈ ദേവനെ കാണുകയുള്ളൂ എന്നാണ്. എന്താണ്? ഉരുവായ വർദ്ധിതമായ സുഹൃതങ്ങളുടെ ആരംഭം. ആരംഭിച്ചതിനെ നമ്മൾ എന്ത് പറയും? പ്രകർഷേണ ആരംഭിച്ചതിനെ നമ്മൾ ആരബ്ധം എന്ന് പറയും. പ്രകർഷേണ ആരംഭിച്ചതാവുമ്പോ പ്രാരബ്ധം എന്ന് പറയും. അപ്പോ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃഷ്ടമായ വിധത്തിൽ ആരംഭിച്ചതിനെയാണ് പ്രാരബ്ധം എന്ന് പറയാ. പ്രാരാബ്ധമല്ല, പ്രാരബ്ധമാണ് ആരംഭിച്ചത് എന്നാണ് അർത്ഥം. എന്താണ് നമ്മൾ എപ്പോഴും പറയാറ്? ഇപ്പൊ കുടുംബമായി പ്രാരബ്ധമായി പലരും പറയാറുണ്ട്. കുടുംബം ഒരു പ്രാരബ്ധമൊന്നുമല്ല. നമ്മൾ എപ്പോഴും പറയാറ് ക്ലേശങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രാരബ്ധം എന്ന് പറയാ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മുൻപ് ചെയ്തിട്ടുള്ള ദുഷ്കൃതങ്ങൾ ഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രാരംഭിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വേദാന്തപരമായിട്ടുള്ള ഒരു പദമാണ് അത്. നമുക്ക് ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്ലേശങ്ങളെല്ലാം പോകും, നമ്മൾ മോക്ഷത്തിന് നമ്മൾ അർഹരായിത്തീരും. പക്ഷെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്തും നമ്മളിൽ ഫലിക്കാൻ തുടങ്ങിയിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ ഫലിച്ച് തീരുക തന്നെ ചെയ്യും എന്നാണ്. ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ധനുർധരൻ, ഒരു വില്ലാളി വീരൻ തൊടുത്തു വിട്ട ഒരു ശരം, ആ ശരം അതിന്റെ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞാലും അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിലെ ആ ചലന ഊർജം ഉള്ളിടത്തോളം അത് എന്ത് ചെയ്യും? അത് മുന്നോട്ട് പോകും. ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ വീഴില്ല, അത് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞ് കുറെ പോയിട്ട് അത് വീഴുള്ളൂ. ഇതുപോലെയാണ് ജ്ഞാനമുണ്ടായാൽ നമുക്ക് എന്തായി തീർന്നു? നമുക്ക് അവിടെ മുക്തിയായി, ജീവൻ മുക്തിയായി. ജീവിച്ചിരിക്കെ ഉള്ള മുക്തിയാണ് ജീവത് മുക്തിഹി, ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ മുക്തി വന്നാലും എന്ത് ചെയ്യും? ഉടനെ തന്നെ ശരീരത്യാഗം വന്നുകൊള്ളണമെന്നില്ല, ശരീരപാദം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെയും എന്ത് ചെയ്യും? ഈ തൊടുത്തുവിട്ട ശസ്ത്രം ഇങ്ങനെ പോകുന്നത് പോലെ അത് പിന്നെയും പോകും, ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാലും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കർമ്മങ്ങൾ പ്രാരംഭിക്കുകയില്ല, പിന്നെ പ്രാരബ്ധം ഉണ്ടാവില്ല. പക്ഷെ തുടങ്ങിയത് അവസാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രനൊക്കെ എന്ത് ചെയ്ത്? സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയത്. ആത്മഹത്യ അല്ല അത്. പിന്നെന്താണ്? ജ്ഞാനമൊക്കെ വന്നു കഴിഞ്ഞു, ജീവിത ലക്ഷ്യമെല്ലാം ലക്ഷ്യമെല്ലാം സാധിച്ചു കഴിഞ്ഞു, ശരീരത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ? സരയൂ നദിയിലെ. അപ്പോ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പോ പ്രാരംഭിക്കും. അപ്പൊ സുഹൃതങ്ങൾക്കും എന്തുണ്ട്? പ്രാരബ്ധം ഉണ്ട്, പ്രാരംഭിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ജന്മാന്തരം കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജന്മാന്തരം കൊണ്ട് രക്ഷപ്പെട്ടു. അതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇങ്ങനെ രക്ഷ നേടാൻ പറ്റിയ വിധത്തിലുള്ള സുഹൃതങ്ങളൊന്നും ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല. ജന്മാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ജന്മം, വേറെ ഏതോ ജന്മത്തിൽ ചെയ്ത എന്താണ് സുഹൃതം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പൊ ജന്മാന്തര സുഹൃതം ഇവിടെ പ്രാരബ്ധമായിരിക്കുന്നു, ഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജന്മാന്തരം, നമ്മൾ ഗത്യന്തരം, മാർഗാന്തരം എന്നൊക്കെ പറയുന്ന പോലെ. ഗത്യന്തരം എന്താണ്? വേറെ ഗതി, ജന്മാന്തരം വേറെ ജന്മം. അപ്പൊ അതുപോലെ അങ്ങനെ എന്താണ്? ഉരുവായിരിക്കുന്ന സുഹൃതങ്ങൾ ഫലിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം നാം സംഭാവന ചെയ്യുക, ഈ ദേവനെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ മാത്രമേ നമുക്കിത് ഈ ദേവനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം, അല്ലെ? നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? സൗന്ദര്യലഹരിയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്,
അങ്ങനെ ഒരു ഭാഗ്യമുള്ളപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്, അല്ലേ? എന്റെ ആരംഭത്തിൽ എന്താണ് പറയുന്നത്? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം. എന്താണ്? ഹരിഹര അതസ്ത്വാം ആരാധ്യാം വിരിഞ്ചാദിവികലം പ്രണന്തും സ്തോതും വ കഥം അകൃത പുണ്യ പ്രഭവതി. അകൃത പുണ്യന് ഈ ദേവനെ സ്മരിക്കുവാനോ പ്രണമിക്കുവാനോ തോന്നുകയില്ല. അപ്പൊ അവിടെയാണ് പുണ്യം ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ദേവനെ സ്തുതിക്കുവാൻ തോന്നുകയുള്ളൂ. അതേ ആശയമാണ് ഇവിടെയും കാണുന്നത്. ഇനി അങ്ങനെയുള്ള ഈ ധാമം, ഈ തേജസ്സിന്റെ ഭവനം സഹജ അഭ്യാസ ശുദ്ധ അഗ്രധീമത് പുംധൗരേയൈഹി അഹം പദാർത്ഥത്വതഃ ഗൃഹ്യതേ. ഈ ദേവൻ അഹം പദാർത്ഥത്വതഃ ഗൃഹ്യതേ. അഹം എന്ന പദത്തിന്റെ അർത്ഥം ഇതാ ഈ ദേവൻ തന്നെയാണ് എന്ന് ജനങ്ങൾ ഗ്രഹിക്കും. അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അകാരം മുതൽക്ക് ഹകാരം വരേക്കുള്ള എല്ലാ അക്ഷരങ്ങൾ കൊണ്ടും എന്താണ് വ്യവഹരിക്കപ്പെടുന്ന എന്തൊന്നുണ്ടോ അതാണ് അഹം എന്ന് പറയുന്നത്. ആയലാണല്ലോ തുടങ്ങുന്നത്, എന്നിട്ട് അവസാനിക്കുന്ന എവിടെയാണ്? യാ രാ ലാ വാ ശാ ഷാ സ ഹ. ഹ എന്ന് അവസാനിക്കും, അല്ലേ? ക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്നത് പിന്നെ കൂട്ടക്ഷരങ്ങൾ ഇങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹായാണ് അവസാനം. അപ്പൊ അകാരം മുതൽക്ക് ഹകാരം വരെയുള്ള വർണ്ണങ്ങൾ കൊണ്ട് എന്തെല്ലാം വ്യവഹരിക്കുന്നുവോ അതിൻ്റെ എല്ലാം എന്താണ് സാരമായി വർത്തിക്കുന്നതാണ് അഹം എന്നർത്ഥം. അപ്പൊ അഹം, ഞാൻ. ഇത് സംസ്കൃതത്തിൽ മാത്രമല്ല, ജർമ്മനിൽ എന്താണ് വാക്ക്? ഇഹ്. ഇഹ് എന്നാണ്. ജർമ്മൻ ഭാഷ ഇപ്പൊ കുട്ടികൾ വളരെ വ്യാപകമായിട്ട് ജർമ്മനൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യമേ തന്നെ പഠിപ്പിക്കുന്നത് ഇഹ് ബിൻ. ഇഹ് അഹം, ബിൻ ഭവാമി. ഇഹ് ബിൻ അഹം ഭവാമി എന്നാണ് എന്റെ അർത്ഥം. ഞാനാകുന്നു എന്നാണ് അർത്ഥം. ഇഹ് ബിൻ ഡു ബിസ്റ്റ് എറസി ഇസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇഹ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ഭവാമി. ആലോചിച്ച് നോക്കൂ ആ പദം. ആ ഇഹാണ് ICH എന്നാണ് എഴുതുക. ഇഹ് എന്ന് എഴുതുക. ഇഹ് ബിൻ, BIN, ബിൻ. അഹം ഭവാമി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഇംഗ്ലീഷിൽ ഐ എന്നായത്. അപ്പൊ ഐ എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അഹം എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ഞാനെന്ന് പോലും മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അഹം എന്നാണ്. അപ്പോ അഹം എന്ന പദത്തിന്റെ അർത്ഥമായി ബുദ്ധിശാലികൾ ഗ്രഹിക്കുന്നതാണ് ഈ തേജസ് എന്നർത്ഥം. അഹം പദാർത്ഥത്വതഃ ഗൃഹ്യതേ. അഹം പദാർത്ഥത്വേന ഗ്രഹിക്കപ്പെടുന്നത് ഈ തേജസ്സാണ്. എങ്ങനെയുള്ളവരാണ് അഹം പദാർത്ഥത്താൽ ഇത് ഗ്രഹിക്കപ്പെടുന്നത്? ശുദ്ധമായ സഹജമായ അഭ്യാസം കൊണ്ട് ശുദ്ധമായിട്ടുള്ള അഗ്രധീമത്തുകളായിട്ടുള്ളവർ. സഹജമായ അഭ്യാസം, സഹജം നമ്മളോടൊപ്പം തന്നെയുള്ള സ്വാഭാവികമായ നൈസർഗികമായ വാസനയോടെ എന്ത് ചെയ്യാണ്? അഭ്യസിക്കുക. അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ച് ശീലിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുക. അപ്പൊ സഹജമായിട്ടുള്ള അഭ്യാസം കൊണ്ട് ശുദ്ധമായി തീരുന്ന, വീണ്ടും വീണ്ടും ഈശ്വര ധ്യാനം അഭ്യസിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായി തീരുന്നു. ശുദ്ധമായി തീരുന്ന അഗ്രധീമത്ത്. അഗ്ര്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഗ്രസ്ഥാനം അർഹിക്കുന്നത്. അഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപിലത്തേത്, ആദ്യത്തേത് എന്നൊക്കെ അർത്ഥം. മുൻപിൽ, അല്ലെ? ഏകാഗ്രം കേട്ടിട്ടില്ലേ? എന്താ ഏകാഗ്രം? മുൻപിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളതിനാണ് ഏകാഗ്രം, ഏകാഗ്രധി, ഏകാഗ്രബുദ്ധി. അതല്ലെങ്കിൽ എന്താണ്? അഗ്രമാവും, വിവിധമായ അഗ്രത്തോട്. വ്യഗ്രന്മാർ, നമ്മളെപ്പോഴും വ്യഗ്രതയിലാണ്, ഏകാഗ്രന്മാരല്ല നമ്മൾ. അങ്ങനെയുള്ള ഏകാഗ്രതയോടുകൂടി വീണ്ടും വീണ്ടും അഭ്യസിക്കുന്ന ധീമത്ത്, ബുദ്ധിയോടുകൂടിയ, ബുദ്ധിയുള്ള പുംധൗരേയൈഹി, പുരുഷന്മാരിലെ ധൗരേയന്മാർ
കൗരവന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ളവരിൽ അഗ്രഗണ്യരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള പുരുഷന്മാരാൽ അങ്ങനെ നിരന്തരമായ ധ്യാനം അഭ്യസിച്ചുകൊണ്ട് ഈ തേജസ്സിനെ ധ്യാനിക്കുമ്പോൾ അയമേവ അഹം പദാർത്ഥ, ഇത് തന്നെയാണ് അഹം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് അവർ ബോധിക്കും. അങ്ങനെ ബോധിപ്പിക്കപ്പെടുന്നതായ ഈ തേജസ് അങ്ങനെ ഗ്രഹിക്കുക അല്ലെ. ശബരിമലയിൽ ചെല്ലുമ്പോ അവിടെ എഴുതിച്ചിട്ടുണ്ട് തത് ത്വം അസി, നീ ഏത് തേജസ്സിനെയാണോ നീ നിന്റെ ഉള്ളിൽ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അത് നീ തന്നെയാണ്. അതെന്തല്ല, അത് നിന്നിൽ നിന്ന് ഭിന്നമല്ല, നീ തന്നെയാണ്. എന്താ ശബരിമലയിൽ ചെന്നാലത്തെ ഒരു വിസ്മയം. ദേവൻ അയ്യപ്പൻ, ഭക്തൻ അയ്യപ്പൻ, കാണുന്നവരൊക്കെ അയ്യപ്പന്മാർ, എല്ലാവരും അയ്യപ്പന്മാരെന്നാണ്. കണ്ടോ, എല്ലാവരും ദേവനും അയ്യപ്പനാണ്, നമ്മളും അയ്യപ്പനാണ്. അതല്ലേ നമ്മൾ സ്വയം സാക്ഷാത്കരിക്കുമ്പോ അഹം ബ്രഹ്മ അസ്മി, ഞാനാ ബ്രഹ്മൻ തന്നെയാണ്. ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോ തത്വമസി, അത് നീ ധ്യാനിച്ച് വന്നിരിക്കുന്നത്, നീ എന്താണ് 1000 കിലോമീറ്റർ താണ്ടി നീ ഇവിടെ വന്നിരിക്കുന്നു, നീ അന്വേഷിക്കുന്ന ആ ദേവൻ, ആ ഞാൻ നീ തന്നെയാണോ എന്ന് സ്നേഹപൂർവ്വം നമ്മളെ ബോധിപ്പിക്കുന്ന ആ ദേവൻ. അപ്പൊ അത് നമ്മൾ ഇവിടെ എന്താണ് അഹം എന്ന് നാം ഗ്രഹിക്കുന്നു. സഹ, അങ്ങനെയുള്ള ആ ദേവൻ ശിവ ഷൺമുഖ ഗജമുഖ ഖേടപ്രിയാദ്യന്വിതസ്യ വാഞ്ചാവാഞ്ചീശ്വര ആഹ്വയ മഹസഹ ഉല്ലാസഹ അയം മാമികാം വാഞ്ചാം പൂരയേ, എന്റെ വാഞ്ചകളെ പൂരിപ്പിച്ചു തരട്ടെ. അപ്പൊ എന്താണ്, ആദ്യം തന്നെ ആശ്ചര്യത്തോടു കൂട്ടാണ് ഈ ദേവൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നല്ലോ. അഹോ ഇഹ, ഇവിടെ വർദ്ധിച്ച സുഹൃതങ്ങൾ ഫലിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം മനുഷ്യന് ധ്യാനിക്കുവാൻ തോന്നുന്നതായ ഏതൊരു ദൈവിക തേജസ്സുണ്ടോ, സഹജമായിട്ടുള്ള അഭ്യാസം കൊണ്ട് ശുദ്ധമായി തീർന്ന ഉത്കൃഷ്ടമായ ബുദ്ധിയോടുകൂടിയ പുരുഷശ്രേഷ്ഠന്മാരാൽ, എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പുരുഷ ശബ്ദത്തിനർത്ഥം അതാണ്. എല്ലാവരാലും അഹം പദാർത്ഥത്വന, ഞാൻ തന്നെയാണ്, എന്നിലെ ചൈതന്യം തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് ഗ്രഹിക്കുന്ന ആ ദേവൻ, പാർവതീദേവി, ഷൺമുഖൻ, ഗജമുഖൻ, ധർമ്മശാസ്താവ് മുതലായിട്ടുള്ള തന്റെ കുടുംബത്താലും പരിചാരക വൃന്ദാദികളോടും കൂടി സുസംപ്രീത മനസ്സായി ഇരിക്കുന്ന രൂപത്തിലുള്ളതായ ഈ തേജസ്, ദിവ്യമായ ഈ തേജപ്രകർഷം എന്റെ എല്ലാ അഭിനിവേശങ്ങളെയും സാക്ഷാത്കരിച്ചു തരുമാറാകട്ടെ, പൂരിപ്പിച്ചു തരുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനിയും ഇത് ഓരോ പദവും എടുത്ത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വ്യാഖ്യാനിക്കാനുള്ളത് ഉണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളതിലേക്കും ഒന്ന് എത്തി നോക്കണ്ടേ. നമുക്ക് ഹനുമാൻ ചാടിയതുപോലെ സമുദ്രത്തിന്റെ മുകളിൽ കൂടെ ഒരു ചാട്ടമാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളൂ. സമുദ്രത്തിന്റെ അടിയുള്ള രത്നങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സമുദ്രം രത്നാകരമാണ്, രത്നങ്ങളുടെ ആകരമാണ്. ആ സമുദ്രത്തിനടിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഹനുമാൻ നോക്കിയോ? ഇല്ല. ഹനുമാൻ എന്താ വേണ്ടത്? സീതാദേവി എവിടെ ഇരിക്കുന്ന കാണണം, ഓടി വന്നിട്ട് രാമനോട് വിവരം പറയണം. ഇത്രേ ഹനുമാനുള്ളൂ. അതുകൊണ്ട് രത്നാകരത്തിന് മുകളിലൂടെ ചാടി അങ്ങോട്ട് പോയി രത്നാകരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടില്ല. അതുപോലെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് എന്താണ് ഇത് 1 മണിക്കൂറോട് പറഞ്ഞ് തീർക്കണം എന്നുള്ള വ്യഗ്രതയിൽ ഞാൻ ഈ സമുദ്രത്തിന് മുകളിൽ കൊടുത്ത് ചാടുകയാണ് ചെയ്ത്, ക്ഷമിക്കണം. എന്നിട്ട് നമുക്കിനി ചർച്ചകളിലേക്ക് കടക്കാം എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അല്ല, ഇത് സാറ് പറഞ്ഞ പോലെ ആലാമാലം ഇത് മതി എന്ന് നമുക്ക് തോന്നുന്നില്ല. വേദസംസ്കാരത്തിലൂടെ സാറ് സ്വയം പുളകം കൊള്ളുകയും കേൾവിക്കാരെ എല്ലാം പുളകം കൊള്ളുകയും ചെയ്തു. പുരുരവസത്തിന്റെ ആ ഒരു ചെറിയൊരു പരാമർശം കൊണ്ട് മാത്രം തന്നെ എത്രയോ ആസ്വാദ്യമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഈ തിരുവാഞ്ചിക്കുളം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആ പരാമർശം. ഇതിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ആ ആസ്വാദനം പറയാനായിട്ട് കാണും. ആദ്യമായിട്ട് ഈ പ്രഭാഷണത്തിൽ ആദ്യമായിട്ട് ഇന്ന് സംസാരിക്കേണ്ടിയിരുന്ന നമ്മുടെ KHN സെക്രട്ടറി സിനു നായർ ഇവിടെ ഉണ്ടായിരുന്നു. സിനു
നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ ഒരു ക്ഷമാപണമാണ്. ഞാൻ ജോലിയിൽ നിന്ന് ഇച്ചിരി ലേറ്റായി പോയി ഇന്ന് വന്നപ്പോൾ, അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത് കയറാൻ. ഗോവിച്ചേട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു, ക്ഷമിക്കുക. പിന്നെ ഇതൊരു ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഇത് പങ്കെടുത്തപ്പോഴാണ് ഇത് എന്തുമാത്രം വാല്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം ആദ്യമായിട്ട് പങ്കെടുത്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുമാത്രം പ്രാധാന്യം ഉള്ളതാണെന്നും. ഡോക്ടർ ഫ്രാൻസിസ് CT ഫ്രാൻസിസ് സർ, ലൈക്ക് അങ്ങയുടെ അറിവ്, ഈ കാര്യങ്ങളിലുള്ള വിശദീകരണം, ഒത്തിരി സന്തോഷം ഇത് കേട്ടതിൽ. തീർച്ചയായിട്ടും KHNനെ കൂടി സംഘടിപ്പിക്കുന്ന ഈ ഒരു സംരംഭം, അത് ഇത്ര സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് തീർച്ചയായിട്ടും നമുക്കിത് എത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു 20 പേര് മാത്രമല്ല ഇത് കേൾക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അതായത് അടിസ്ഥാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓഡിയൻസ് വളരെ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. എനിക്കറിയാം ഇത് 7ാമത്തെ സംരംഭമാണ്, പിന്നെ ഈ ടോക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നമുക്കിത് മറ്റുള്ള എല്ലാ ആൾക്കാരിലേക്കും, KHNയുടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്കിത് ഇടണം. എന്നിട്ട് ഇതൊക്കെ കേൾക്കാനും ഇത് അറിയാനും ഒത്തിരി ആൾക്കാർ തീർച്ചയായിട്ടും വളരെയധികം ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെയിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഗോവിച്ചേട്ടാ, വളരെയധികം താങ്ക് യു എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ. സർ, ഡോക്ടർ CT ഫ്രാൻസിസ് സർ, ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിൽ, കേട്ടിരിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ ഒത്തിരി ചാരിതാർത്ഥ്യത്തോടെ ഇത് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. ആൻഡ് വീണ്ടും തീർച്ചയായിട്ടും ഞാൻ സമയം കണ്ടെത്തുന്നതായിരിക്കും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട്. താങ്ക് യു സോ മച്ച്. സാർ, ഒരു സംശയത്തിന്റെ, രാമായണം മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ആരാ സീത എന്ന് ചോദിക്കുന്ന പോലെ ഏത് ക്ഷേത്രത്തെ പറ്റിയാന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ അത് അങ്ങനെയാണ് എനിക്ക് അറിയില്ല. വഞ്ചിക്കുളം വാഞ്ചീശ്വരൻ, ശ്രീ വഞ്ചിക്കുളം എന്നാണ്. വഞ്ചിക്കുളമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെയാന്ന് വെച്ചാല് അതിനൊരു കാരണമുണ്ട്. അവിടെ ഒരു ഭക്തൻ ഇങ്ങനെ തൻ്റെ ഈ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടി, ദാരിദ്ര്യം കൊണ്ടൊക്കെ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ മുട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ശിവനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു എന്നാണ്. അപ്പോ അവിടെ ധ്യാനിച്ച് ഇരുന്നതിന് ശേഷം എന്താണ്, ഈശ്വരന്റെ, അതായത് ശ്രീ പരമേശ്വരന്റെ ആഭരണമായിട്ടുള്ള ഒരു സർപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ഭക്തന് തൻ്റെ അഭീഷ്ടങ്ങളെ നിറവേറ്റി കൊടുത്തു എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വാഞ്ചയെ സാധിപ്പിക്കുന്ന ഈശ്വരനായതുകൊണ്ടാണ് വാഞ്ചീശ്വരൻ എന്ന പേര് വന്നത്. അതാണ് പിന്നീട് ശ്രീ ആണല്ലോ നമ്മുടെ നാട്ടിൽ തിരു ആയിട്ടുള്ളത്. നമ്മളെല്ലാറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ തിരു എന്ന് കൂട്ടിയാണ് നമ്മൾ സാധാരണ പറയുക, ശ്രീ എന്നുള്ളതിന്റെ തിരു. അപ്പോ തിരു വാഞ്ചീശ്വരന്റെ ക്ഷേത്രമാണ് പിന്നീട് എന്തായി തീർന്നത്? തിരുവഞ്ചി കുളം എന്നായത് എന്നാണ് അതിന്റെ സങ്കല്പം. അപ്പൊ അവിടെ ഒരു കുളത്തിൽ വെച്ചാണ് അദ്ദേഹം കുളിക്കാൻ പോയ സമയത്ത് കുളത്തിൽ വെച്ചാണ് ഈ നാഗം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതും വരം നൽകിയതും എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയുന്നു, വാഞ്ചീശ്വരം തിരുവഞ്ചി കുളം എന്ന പേര് അങ്ങനെയാണ് ഉണ്ടായത്. ഞാനത് വ്യാഖ്യാനിച്ചതിനിടയ്ക്ക് അത് വിട്ടുപോയതാണ്. അപ്പൊ അതിനാണ് നമുക്ക് ഈ ചർച്ചകളിലപ്പോ നമുക്കിത് പൂരിപ്പിക്കാൻ അവസരമുണ്ടല്ലോ. അതുകൊണ്ട് ഏത് ഭാഗവും വിട്ടുകളെ എനിക്കൊരു വിഷമവുമില്ല. കാരണം അത് ചോദിക്കുമ്പോ അത് വന്നുകൊണ്ടുണ്ട്. ശരി ശരി. എൻ്റെ പേര് ബാലകൃഷ്ണൻ നായർ. വളരെ വളരെ അറിവ് പകർന്നു തരുന്ന ഈ പ്രഭാഷണം കേൾക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ചെറിയ സംശയം ഒന്ന് നിർത്തീകരിച്ച് തന്നാൽ നന്നായിരുന്നു. 2ാമത്തെ പാദത്തില് ശിവ ഷൺമുഖ ഗജമുഖ ഖേടപ്രിയ സാർ പറഞ്ഞത്, ഖേടപ്രിയ എന്ന് പറയുന്നത് നായാട്ട് ഇഷ്ടപ്പെടുന്ന ആളെന്നാണ്. അതെ അതെ അതെ. അപ്പൊ നായാട്ട് ഇഷ്ടപ്പെടുന്ന ദേവൻ അയ്യപ്പൻ. നമ്മുടെ ശരിക്ക് പറഞ്ഞാല് നമ്മള് വേട്ടയ്ക്കൊരു മകൻ എന്നൊരു പ്രതിഷ്ഠ നമ്മുടെ
ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ, ഈ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകള് ഇവിടെയാണ്. 28 ഉപദേവതകൾ ഉണ്ട് അവിടെ. പക്ഷെ ഈ 28 ഉപദേവതകളിൽ ആരില്ല? ഈ വേട്ടയ്ക്കൊരു മകൻ ഇല്ല. അപ്പൊ പിന്നെ അവിടെയുള്ളത് ആരാണ്? ധർമ്മശാസ്താവാണ്. അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ വേട്ടക്കാരനാണ്, നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ അയ്യപ്പൻ എന്ന അർത്ഥം അവിടെ സ്വീകരിച്ചത്. ഈ ദേവത്വ സങ്കല്പത്തിൽ തന്നെ എന്താണ്, നമ്മൾ എന്തിനാണ് ഈ ദേവത സങ്കല്പിക്കുക? ദേവത എന്നുള്ള പദം എന്താണ്? ശരിക്കൊരു അമൂർത്ത നാമാണ്. അത് അബ്സ്ട്രാക്ട് നൗണാണ് ഈ ദേവത എന്നുള്ളത്. ദേവത്വം എന്ന് പറയുന്നവരെ ദേവത, ദേവത്വം എന്നൊക്കെ പറയുന്നത് അബ്സ്ട്രാക്ട് നൗണാണ്. അപ്പൊ അതിൽ പുംസ്ത്രീ ഭേദം യഥാർത്ഥത്തിൽ ഇല്ല. ഏത് ദേവിയെയാണ് നമുക്ക് ദേവത എന്ന് പറയാം, ദേവനെയും ദേവത എന്ന് നമുക്ക് പറയാം. നമ്മുടെ ദേവത്വ സങ്കല്പം എന്താണ് എന്നുള്ളതും കൂടെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അനിവാര്യങ്ങളായിട്ടുള്ള സംഗതികളെ ഒക്കെ നമ്മൾ എന്ത് പറയാറുണ്ട്? ദേവനായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണ് നമ്മൾ അന്നം വിശക്കുന്നതിന്റെ മുമ്പിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ അപ്പത്തെ നമ്മൾ എന്താണ്? അപ്പൊ നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നതിന് അനിവാര്യമായിട്ടുള്ളത് അപ്പത്തെ നമ്മൾ ദേവനെന്ന് കരുതുന്നുണ്ടെങ്കിൽ വായുവിനെ നമ്മൾ ദേവനായി കരുതണ്ടേ, വെള്ളത്തെയും ദേവനായി കരുതണ്ടേ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടതെല്ലാം നമ്മൾ ദേവതയായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ ഉപദേവതകളിൽ വേട്ടയ്ക്കൊരു മകൻ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മളിത് അയ്യപ്പൻ എന്ന അർത്ഥം എടുക്കുകയാണ് ചെയ്യുന്നത്. ഖേടാനാംപതി എന്ന് അയ്യപ്പന് പറയൂലോ അല്ലെ? ഖേടാനാംപതി. കേടാനാമ്പതി ഞാൻ പറയുന്ന ഖേടാനാംപതി. കേടാനാമ്പതി എന്ന് പറഞ്ഞാ ഇതല്ലേ ഗ്രഹങ്ങളുടെ നായകൻ എന്നല്ലേ? ഗ്രഹങ്ങൾ അത് അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. പക്ഷെ ഖേടഹ എന്നുള്ളതിന് നായാട്ടെന്നും അർത്ഥമുണ്ട്. ആ ഖേടവിഹാരം, മൃഗയാ വിനോദം എന്നൊക്കെ പറയുന്നില്ലേ, രണ്ടും ശരിയാണ്. ഇത് നമ്മള് വാസ്തവത്തില് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒരു ഭാഷ്യമുണ്ട് ശങ്കരാചാര്യരുടെ. ആ സഹസ്രനാമം എടുത്തു വന്നിട്ട് വായിച്ചു നോക്കണം. അപ്പൊ അറിയാം നമുക്ക് അർത്ഥങ്ങളുടെ വ്യാപ്തി. എന്തൊരു വ്യാപ്തിയാണ്. നമ്മുടെ അസുരന്മാരെന്നൊക്കെ പറയുമ്പോ നമ്മള് അസുരൻ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് അർത്ഥം. വേദത്തിലൊക്കെ ദേവന്മാരെ അസുരന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതില് നമ്മള് നാട്യത്തിന് ഉത്പത്തിയെ പറ്റി പറയുമ്പോ ജഗ്രാഹ പാഠ്യം ഋഗ്വേദത്തിൽ നിന്നാണ് പാഠ്യം സ്വീകരിച്ചത്, സംഭാഷണം സ്വീകരിച്ചതെന്ന് പറയാറുണ്ട്. അപ്പൊ സംഭാഷണം എന്താണ്? നാട്യത്തിലെ സംഭാഷണം സംഘർഷത്തിൻ്റെതായ സംഭാഷണമാണ്, സംഘർഷത്തിന്റെ. അപ്പൊ അവിടെ ഒരിടത്ത് യമനോട് യമി ചോദിക്കുന്നുണ്ട്. ഋഗ്വേദത്തിലെ യമി ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഈ ദ്വീപിലുള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും ആരപ്പതൊക്കെ കാണാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആരും കാണുന്നില്ല, നമുക്ക് ഇവിടെ എന്തും ആകാം എന്ന് പറയുന്നുണ്ട് യമി. വാസ്തവത്തിൽ അത് നമ്മളെ വലിയൊരു ആശയം ബോധിപ്പിക്കുകയാണ്. യമനും യമിയും സഹോദരന്മാരാ. യമന്റെ സഹോദരിയാണ് യമി, അവര് ഇരട്ടകളാ. അപ്പൊ യമിക്ക് ഇവർ രണ്ടുപേരും ഒരു ദ്വീപിൽ തനിച്ച് കഴിഞ്ഞപ്പോ, കുറെ കാലം അങ്ങനെ കഴിഞ്ഞപ്പോ യമിക്ക് യമനോട് വലിയതായ അനുരാഗം ഉണ്ടായി. അത് അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. യമൻ പറഞ്ഞു, അയ്യോ അപരാധമാണ് ഇത്, ഒരു സഹോദരൻ ഒരിക്കലും സഹോദരിയോട് എന്തുണ്ടാവാൻ പാടില്ല, ലൈംഗിക വികാരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. യമൻ അവളെ പരമാവധി അതിൽ നിന്ന് വ്യാവർത്തിപ്പിക്കാൻ ശ്രമിക്കുക, പിന്തിരിക്കാൻ ശ്രമിക്കുക. യമൻ പറയുന്ന എല്ലാ ന്യായവും അവർക്ക് തമ്മിൽ എന്താണ്, ലൈംഗിക ബന്ധമാകാം എന്നുള്ളതിന് കാരണമായിട്ട് യമി വ്യാഖ്യാനിക്കുക. ഇതാണല്ലോ സംഘർഷം. നമ്മളൊരു ധർമ്മം പറയുക, ആ ധർമ്മം തന്നെ എന്താണ്, അധർമ്മം പ്രവർത്തിക്കുന്നതിനുള്ള മാനദണ്ഡമായിട്ട് മറ്റേയാള് ഇട്ടുക്കുക. ഇതിൽ പരം സംഘർഷം, മനസ്സംഘർഷം എവിടെയാണ് ഉണ്ടാവുക? ഇതിനെയാണ് നമ്മൾ ശരിക്ക് ധർമ്മസങ്കടം എന്ന് പറയാം. ധർമ്മം അല്ലേ, ധർമ്മത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകുന്നതായ സങ്കടമാണ് അവിടെ. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മൾ സഹോദരങ്ങൾ, ഞാൻ നിന്റെ സഹോദരനാണ്, അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ളതായ ഇംഗിതം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവള് പറയണത് എന്താണ്, നമ്മളെ രണ്ടുപേരെയും ഒരേ ഗർഭപാത്രത്തിൽ ഒന്നിച്ച് താമസിപ്പിക്കുന്ന പ്രജാപതിക്ക് നമ്മൾ ഒരു ശയ്യയിൽ കിടക്കുന്നതിന് വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോ
അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ നിന്റെ സഹോദരനാണ്. അവള് പറയണത് എന്താ? അത് തന്നെ ഞാൻ പറയണത്. ഒരു സഹോദരൻ ജീവിച്ചിരിക്കെ സഹോദരിയുടെ ഒരു അഭിലാഷവും നടക്കാതിരിക്കാൻ പാടില്ല എന്നാണ് അവള് പറയുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ രണ്ടുപേരല്ലേ ഈ ദ്വീപിലുള്ളൂ. ആരാണ് നമ്മളെ കാണാൻ? ഇനി നമ്മൾ എന്ത് ചെയ്താലും കാണാൻ ആരാണ്? അത് പ്രജാപതിയുടെ മക്കളായ അസുരന്മാർ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അസുരന്മാർ, അസു എന്നുള്ള ശബ്ദത്തിനർത്ഥം പ്രാണൻ എന്നും കൂടി. പ്രാണൻ, അസുരാഹ, നല്ല ജീവസുറ്റ വഴി, ആക്റ്റീവായിരിക്കുന്നവർ, നല്ല വെരി ബ്രിസ്ക് എന്ന അർത്ഥത്തിലാണ് എന്ത് പദം പ്രയോഗിക്കുന്നത്? അസുരൻ എന്ന പദം അവിടെ പ്രയോഗിക്കുന്നു. അവരെപ്പോഴും അവരൊരിക്കലും കണ്ണടയ്ക്കില്ല, അവരെല്ലായിടത്തും നടക്കുന്നത്, വെരി ആക്റ്റീവ്. അതുകൊണ്ട് അവർ നമ്മളെ കണ്ടെത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്നില്ല, കണ്ടാൽ തന്നെ ഇപ്പൊ ഇതിൽ എന്താണ്, ആർക്കാ നഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല, അത് വേദം പറയുന്നുണ്ട്. അന്യസ്തേഷാം പരിധിരസ്തു കശ്ചിത് എന്ന് വേദം പറയുന്നുണ്ട്. മാ പ്രണന്തോ ദുരിതമേന ആരൻ മാ ജാരിഷു സൂരയ സുവ്രതാസഹ അന്യസ്തേഷാം പരിധിരസ്തു കശ്ചിത് അപൃണന്തം അഭിസംയന്തി ശോകാഹ എന്ന് വേദം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മാനദണ്ഡങ്ങൾ നിങ്ങൾ നോക്കരുത്. ഒരിക്കലും എന്താണ്, ഈശ്വരപ്രീതി ചെയ്യുന്നവർ ഒരിക്കലും ദുരിതങ്ങൾ ചെയ്യരുത്, ദുരിതങ്ങളിലേക്ക് പോകരുത് എന്നർത്ഥം. എന്താണ് ദുരിതം എന്നാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നിങ്ങൾ ദുരിതങ്ങൾ ചെയ്യരുത് എന്നാണ്. ഈശ്വരപ്രീതി ചെയ്യുന്നവർ ദുരിതങ്ങൾ ചെയ്യരുത് എന്നാണ്. അപ്പൊ ദുരിതത്തിന്റെ അർത്ഥം അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് എവിടെയൊക്കെ ദുരിതം എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് വേദത്തിലെ. അപ്പൊ നമ്മൾ നോക്കുകയാണ്, എന്താണ്, നമ്മൾ പുണ്യാഹത്തിന്റെ മന്ത്രം എടുത്ത് നോക്കുക. ഇതമാപപ്രവഹത യത് കിംച ദുരിതമയി, എന്നിലുള്ള ദുരിതങ്ങളെയൊക്കെ ഈ ജലം, ഈ പുണ്യാഹം മാറ്റിക്കളയട്ടെ എന്ന് പറയാണ്. അപ്പൊ ദുരിതം നമുക്കറിയാം, ദുരിതം ക്ലേശം, എന്നിലുള്ള ക്ലേശങ്ങളെയൊക്കെ ഈ ജലം നീക്കിക്കളയട്ടെ. അർത്ഥം എടുത്തു. ശരി, നമ്മൾ ഈ മന്ത്രം, ഇതേ മന്ത്രം നമ്മൾ വേറൊരിടത്ത് ചൊല്ലുന്നുണ്ട്. അതെവിടെയാണ്? പുണ്യാഹത്തിന് മാത്രമല്ല, അസ്ഥി നമ്മൾ കൊണ്ടുപോയി മജ്ജനം ചെയ്യുമ്പോൾ ജലത്തിൽ ഒഴുക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നുണ്ട്. ഇതമാപപ്രവഹത യത് കിംച ദുരിതമയി യദ്വാഹമഭിദുദ്രോഹ യദ്വാശേപ ഉതാനൃതം. അവിടെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഈ അസ്ഥിഖണ്ഡത്തിൽ എന്ത് ദുരിതമാണ് ഇരിക്കുന്നത് അല്ലെ? അസ്ഥി മജ്ജനം ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോ ഈ അസ്ഥിഖണ്ഡത്തിൽ ദുരിതം, എന്ത് ദുരിതം? ഒരു ക്ലേശവും അതിലില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, ഇത് ഒരാളുടെ ജീവിതത്തില് എന്താണ്, അയാളുടെ ശരീരം ദഹിപ്പിച്ച് കഴിഞ്ഞതിലുള്ള അവശിഷ്ടമാണ്, അവശേഷിച്ച ഭാഗമാണിത്. ഇത് അവശേഷിക്കണമായിരുന്നു, ഇത് അവശേഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചിത കൊളുത്തുന്നതിന് മുമ്പ് അഗ്നിയോടൊരു പ്രാർത്ഥനയുണ്ട്. ഈ ശരീരം അങ്ങ് അല്ലയോ അഗ്നേ, ഈ ശരീരത്തെ അവിടുന്ന് ഭസ്മസാത്കരിക്കരുത്, പൂർണ്ണമായും ഭസ്മമാക്കരുത്. എന്നാലോ ഇതിന്റെ മുടിയും മാംസവും ത്വക്കും ചിതറിക്കിടക്കാനും ഇടവരരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അസ്ഥിഖണ്ഡം എടുത്തിട്ട് ആ വ്യക്തിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ജലം ഇതിലുള്ള ദുരിതങ്ങളെ നീക്കിക്കളയട്ടെ. അപ്പൊ അതിൽ ക്ലേശങ്ങളില്ല. അപ്പൊ ദുരിതം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പോയത് എന്നാണ് അർത്ഥം, അല്ലെ? വിപരീതം, എതിർദിശയിലേക്ക് പോയ അർത്ഥം. വിപരീതം, എതിർദിശയിലേക്ക് പോയത്, അല്ലെ? പിന്നെന്താണ്? പരേതൻ, പരത്തിലേക്ക് ഇതനായവൻ, പരലോകത്തിലേക്ക് പോയവൻ, പരേതൻ. അപ്പൊ ദുരിതം എന്താണ്? ദുഷ്ടമായ വിധത്തിൽ പോയത് ദുരിതം. ദുർമാർഗത്തിൽ പോയതിന്റെ, ചീത്തകർമ്മങ്ങൾ ചെയ്തതിന്റെ പാപക്കറകളെ നീക്കിക്കളയട്ടെ എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഒരു പദം നമ്മൾ എടുക്കുമ്പോ അതിനെന്തുണ്ട്? അതിനൊരാശയ പ്രപഞ്ചം തന്നെ ഉണ്ട് അതിന്റെ മുകളിൽ. അപ്പൊ അവിടെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും ഏറ്റവും അനുരൂപമായ അർത്ഥം എടുക്കുന്നത്. അനുയോജ്യമല്ല, അനുരൂപം. അനുയോജനം ചെയ്യാന്ന് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം, ചോദിക്കാന്ന് അർത്ഥം. അനുയോജ്യം എന്ന് പറഞ്ഞാൽ ചോദിക്കാവുന്നതെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നിൽ ചേർക്കാവുന്നത് അനുയോജ്യം, പിന്നിൽ കെട്ടാവുന്നത് എന്നർത്ഥമാണ്. നമ്മൾ വരന്മാരെയൊക്കെ അന്വേഷിക്കുക, അനുരൂപരായ വരന്മാരെയാണ് അന്വേഷിക്കുക. അനുരൂപനായ വരന് മാത്രമേ കന്യകയെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ കന്യക
എന്താണ്? ആജീവനാന്തം അച്ഛന്റെ വീട്ടിൽ നിന്നോട്ടെ എന്നാണ് നിയമം. അപ്പോ സ്ത്രീകളെ രണ്ടാന്തരമായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനുവിനെ ചീത്ത വിളിക്കുന്ന നമ്മൾ മനു പറഞ്ഞതിന് നോക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പൊ പലരും പറയും, അപ്പോ എന്താണ് അനുരൂപൻ എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ടുള്ള ചേർച്ചയല്ലേ ഉള്ളൂ, സ്വഭാവം കൊണ്ട് ചേർച്ച വേണ്ടേ? രൂപം എന്ന് പറഞ്ഞാൽ അതല്ല. എന്തൊക്കെ നിങ്ങൾ നിരൂപണം ചെയ്യുമോ അതിലൊക്കെയുള്ള ചേർച്ചയാണ്. ശാരീരികമായിട്ടുള്ള ചേർച്ച, സാമ്പത്തികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ ചേർച്ച, സ്വഭാവം കൊണ്ടുള്ള ചേർച്ച, ഏത് നിരൂപ്യത, എന്തെല്ലാം നിങ്ങൾ നിരൂപണം ചെയ്യുമോ അതിലൊക്കെയുള്ള എന്താണ് ചേർച്ചയാണ് അനുരൂപത്വം, അനുരൂപം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കും. ഇങ്ങനെ അർത്ഥങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങള് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിൽ തോന്നുന്നു. ഒന്ന്, നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ആ ഒരു ക്ഷേത്രമാണ് തിരുവാഞ്ചിക്കുളം എന്ന് പറയുകയുണ്ടായി. ഇത് ഒരുപക്ഷെ സാർ ആധികാരികമായിട്ടുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻ വെച്ചുകൊണ്ടായിരിക്കണമല്ലോ സാർ അങ്ങനെ പറയുന്നത്. എനിക്കറിയാം മറ്റൊരു ക്ഷേത്രം, അതായത് തൃക്കണ്ടിയൂർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. 28 ഉപപ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളതെന്നാണ് വിശ്വാസം. ഞാൻ എണ്ണിയിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും എണ്ണാൻ കഴിയാത്തവണ്ണമുള്ള ഉപപ്രതിഷ്ഠകള് ശിവക്ഷേത്രം തന്നെയാണ് അവിടെ ഉള്ളതായിട്ട് അറിയാം. മറ്റൊന്ന് സാർ പറഞ്ഞ കൂട്ടത്തിൽ ഓർത്തു പോകുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമത്തെ പറ്റി ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം വായിക്കണമെന്ന് തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ വായിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് തന്നെയല്ലേ അദ്ദേഹത്തിനെ ഒരു പരീക്ഷണാർത്ഥം ഗുരു ഗോവിന്ദ ഭഗവത് പാദർ ആദ്യം അദ്ദേഹത്തെ കാണുമ്പോൾ കൊടുക്കുന്ന ഒരു ടെസ്റ്റും ഇത് തന്നെയല്ലായിരുന്നോ, ഈ വിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതുക എന്നുള്ളത് എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഓർക്കുന്നു. ശരിക്കും അദ്ദേഹം ശങ്കരാചാര്യരുടെ ഭാഷ്യക്കാരനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ശങ്കരാചാര്യര് ഭാഷ്യകാരനാണ്. ഭാഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷിപ്യ ഭാഷണാത് ഭാഷ്യം. ആക്ഷേപിച്ച് പറയുന്നതാണ് ഭാഷ്യം എന്ന് പറയുന്നത്. ആക്ഷേപിച്ച് പറയാം, ഇതാണ് ഭാഷ്യം. അപ്പൊ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേപിക്കുക എന്ന് പറയുന്നത് വലിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ആക്ഷേപിച്ച് പറയാം, നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങളെ ഇങ്ങ് ആക്ഷേപിച്ചെടുക്കുക, ഇങ്ങ് വലിച്ചെടുക്കുക, എന്നിട്ട് അതിന് സമാധാനം പറയുക. ഇതാണ് ഭാഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോന്നലുകൾക്ക് മറുപടി പറയുന്നതാണ് ഈ ഭാഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശങ്കരാചാര്യര് ആദ്യം ചെയ്ത ഒരു ഭാഷ്യം ഏതാണ്? അത് നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ, നമുക്ക് ഒരു അനുഭവത്തിലൂടെ നമുക്ക് തന്നതാണ്. കാശിയിൽ വെച്ച് സ്നാനം കഴിഞ്ഞു വരുന്ന ശങ്കരാചാര്യരുടെ എന്താണ് ശിഷ്യന്മാർ മുമ്പിൽ നടന്നിട്ട് ആളുകളെ മാറ്റി നിർത്തുന്നു അല്ലെ? അപസരത എന്ന് പറഞ്ഞ ആളുകളെ മാറ്റുകയാണ്. അങ്ങനെ മാറ്റുമ്പോ അവിടെ ചോദിക്കുകയാണ് അല്ലെ, അങ്ങ് പറയുന്നത് ആരോടാണ്? എന്റെ ഈ ജഡത്തിനോടാണോ അതോ ഈ എന്നിലെ ചൈതന്യത്തിനോടാണോ? ജഡത്തിനോടാണെങ്കിൽ മാറാൻ പറയുന്നതിൽ അർത്ഥമില്ല, ചൈതന്യത്തിനോടാണെങ്കിൽ പറയുന്നതിലും അർത്ഥമില്ല. അങ്ങും എന്നിൽ ഒരേ ചൈതന്യമാണ്. അവിടെയാണ് കിങ്കങ്കാമ്പുനി ബിംബിതമ്പുരമ അമ്പരമണവും അല്ലെ, പിന്നെന്താണ് വാരീപുരത്ത്, ഗംഗാ വാരീപുരത്തിൽ. അതായത് തീരെ എന്താണ് ആളുകൾ, ചണ്ടാലന്മാർ വസിക്കുന്ന ചേരികളിലെ വെള്ളത്തിൽ, അവിടെ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യനും ഗംഗാ ജലത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യനും അമ്പരമണി ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ ചണ്ടാലനും എന്നിലുമുള്ള ആ ചൈതന്യം ഒന്ന് തന്നെയല്ലേ എന്നുള്ള ആ പരാമർശത്തിന്, അതിന് മറുപടിയായിട്ടാണ് ശങ്കരാചാര്യര് എന്ത് പറയുന്നത്? അവിടെ അദ്ദേഹത്തിന്റെ ആ പഞ്ചകം വരുന്നുണ്ടല്ലോ, ഗുരു പഞ്ചകം വരുന്നുണ്ട്. അപ്പോ അവിടെ മനീഷ പഞ്ചകം അവിടെ വരുന്നുണ്ട്. അതിൽ എന്താണ് പറയുന്നത്? ചണ്ടാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ അല്ലേ? അപ്പോ അവിടെ ആ ഗുരുവാണ്, ജ്ഞാനമുള്ളവൻ എനിക്ക് ഗുരുവാണ് എന്ന് പറയും. ഇത് പറയാനുള്ള സാഹചര്യം അദ്ദേഹം തന്നെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അവിടെ. കാരണം ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ 15 വയസ്സിന് മുൻപ് സർവശാസ്ത്രങ്ങളും പഠിച്ച അദ്ദേഹത്തിന് ഈ ഏകത്വ ഭാവന ആരും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ? എന്നിട്ട് നമുക്ക് അവിടെ പറഞ്ഞു തരികയാണ്
ചെയ്യുന്നത് അല്ലെ? ഉറുമ്പ് തൊട്ട് അങ്ങ് ഏറ്റവും വലിയ ജീവി വരെയുള്ള ഓരോന്നിനുമുള്ളതായ ആ ചൈതന്യം. അപ്പോ ഇവിടെയൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ശങ്കരാചാര്യർ ഒരു ഭാഷ്യത്തിന് വേണ്ടി ജനിച്ച ആളാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ കുറെ കീർത്തനങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഭാഷ്യം എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ് പറയാ, ജന്മനഃ ആരഭ്യ, ജന്മം തൊട്ട് തന്നെ ഉള്ളതായ ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓരോ പ്രാവശ്യവും ഓരോ പ്രവൃത്തിയിലും അദ്ദേഹം ഈ ഭാഷ്യം എന്നുള്ള കർമ്മമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഷ്യത്തിന്റെ മുഴുവൻ ഭാഷ്യമാണെന്നാണ് ഈ പറയുന്ന ഈ ചണ്ടാലന്റെ വൃത്താന്തം വരെ, നായ്ക്കളോട് കൂടിയിട്ട് ആണല്ലോ ചണ്ടാലൻ വന്നത്, ആ വൃത്താന്തം വരെ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തു കാട്ടിയ ഒരു ഭാഷ്യമാണ്. അപ്പൊ എല്ലാം തന്നെ ഗുരുവിന്റെ പരീക്ഷണവും എല്ലാം ഭാഷ്യം തന്നെയാണ്. പിന്നെ ഈ 28 ദേവന്മാർ എന്ന് പറഞ്ഞത്, ഉപദേവതകൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത് ഏറ്റവും കൂടുതൽ ദേവതകൾ അവിടെയാണെന്നാണ്. ഇനി ഈ അരദേവത ഏതാണെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ അവിടെ നമ്മൾ ഓരോന്നിനെ നോക്കുക. ക്ഷേത്രങ്ങളില് ഇപ്പോ ക്ഷേത്രങ്ങളില് എന്താണ്, അവിടെ ബലിക്കല്ലുകളുണ്ട്. ഒരു ക്ഷേത്രത്തില് 21 ബലിക്കല്ലുകൾ ഉണ്ടാവും. നമ്മൾ ഈ ബലിക്കല്ലുകൾ എണ്ണി നോക്കിയാൽ 21 കൂടുതലും ബലിക്കല്ലുകൾ പല ക്ഷേത്രങ്ങളിലും കാണാൻ പറ്റും. അപ്പൊ 21 ബലിക്കല്ലുകൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 21 ബലിക്കല്ല് എന്ന് പറയുന്നത് ആദ്യം തന്നെ 10 ദിക്കുകളുടെയും ദേവന്മാരാണ്. അറിയാമെങ്കിൽ ഞാൻ പറയുന്നില്ല. അറിയോ? അത് അറിയാമോ? 21 ബലിക്കല്ലുകളുണ്ട്. ക്ഷേത്ര അറിയാമോ? 21 ഏതൊക്കെ? അറിയില്ല. അപ്പൊ അകത്തെ ബലിവട്ടത്തില് 21 ബലിക്കല്ലുകളുണ്ട്. അപ്പൊ ഈ 21 ബലിക്കല്ലുകള് ഏതൊക്കെയാണ്? ആദ്യം തന്നെ 10 ദിഗ്ദേവതകളാണ്, 10 ദിക്കുകളുടെ ദേവന്മാര്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മള് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയാൽ ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക, അവിടെ തെക്ക് കിഴക്കിലേക്ക് മാറുക, തെക്ക്, പിന്നെ എന്താണ് തെക്ക് പടിഞ്ഞാറ്, അങ്ങനെ നോക്കിയാൽ ഇന്ദ്രൻ, അഗ്നി, പിതൃപതി, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ, 8 താഴെ അനന്തൻ, മുകളിൽ ബ്രഹ്മൻ. അപ്പൊ 10 ദിക്കുകളുടെ ദേവന്മാരാണ് ആദ്യം തന്നെ ഉള്ളത്. പിന്നെ സപ്തമാതാക്കളാണ്. ബ്രാഹ്മി, മാഹേശ്വരി ചൈവ, കൗമാരി, വൈഷ്ണവി തഥാ വാരാഹി ച തഥാ ഇന്ദ്രാണി ചാമുണ്ട സപ്തമാതരഃ. 7 മാതാക്കൾ. ബ്രാഹ്മി, മാഹേശ്വരി ചൈവ, കൗമാരി, വൈഷ്ണവി തഥാ വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട. അങ്ങനെ 7 അമ്മമാര്. അപ്പൊ 10 7 17. പിന്നെ വൈശ്രവണൻ, സുബ്രഹ്മണ്യൻ, ദുർഗ. പിന്നെ ആരാണ്? ഒരാളുണ്ട്, വൈശ്രവണൻ, സുബ്രഹ്മണ്യൻ, ദുർഗ. വൈശ്രവണൻ, സുബ്രഹ്മണ്യൻ, ദുർഗ. ഒരു ദേവനും കൂടിയുണ്ട്, ഒരു പുരുഷ ദേവതയാണ്. നമുക്ക് ചിന്തിച്ചു തരാം, കളയണ്ട, ആലോചിച്ചാൽ ഞാൻ പറയാം. വൈശ്രവണനും സുബ്രഹ്മണ്യനും ദുർഗയും ഏതായാലും ഒരു ദേവൻ. അതിൽ 21 അവിടെ. അപ്പൊ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ നോക്കിയാൽ 21 കൂടുതൽ, നമ്മൾ എണ്ണാണെങ്കിൽ 21 കൂടുതൽ ബലിക്കല്ലുകൾ അവിടെ കാണാൻ പറ്റും. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ശരിക്ക് തന്ത്രമനുസരിച്ച് 21 ഉള്ളൂ ബലിക്കല്ലുകൾ. ചില ദേവതകൾക്ക് അംഗരക്ഷകന്മാരും ദ്വാരപാലകന്മാരും ഉണ്ടാകും. അങ്ങനെയാണ്. അതാ എന്താണ്, ആ പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യന്റെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണ് അവിടെ. അങ്ങനെയല്ല, നമുക്കൊരു ക്ഷേത്രം ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ എങ്ങനെയാ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത്? ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു ശുദ്ധമായ ജീവിതം, നിർമ്മലമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു മഹാവ്യക്തിക്ക് ഒരു അനുഭൂതി ഉണ്ടാവും, ഒരു ദർശനം ഉണ്ടാവുകയാണ്. പല വിധത്തിലാകും. ചിലപ്പോൾ സ്വപ്നത്തിലുള്ളതായ ഒരു ദർശനമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലയിടത്തൊക്കെ കേട്ടിട്ടുണ്ട്, പുല്ല് വെട്ടി നടന്നിരുന്ന ആളുകൾക്ക് കല്ലിൽ എന്താണ് അരിവാൾ കൊണ്ടപ്പോൾ അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അപ്പൊ ഒരു ദേവ സാന്നിധ്യത്തിന്റെ ഒരു സൂചനയാണത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, ഒന്നുകിൽ ഈ ദർശനമുണ്ടായ ആള് ഒരു നല്ല ആചാര്യനെ സമീപിച്ച് അദ്ദേഹത്തോട് പറയുന്നു, തന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അദ്ദേഹം തന്റെ ധ്യാനത്തിലൂടെ കണ്ട ആ ഭാവത്തിലാണ് ദേവതയെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ 7 രൂപത്തിലുള്ള 7 ആണ് നമ്മുടെ പ്രതിഷ്ഠകള്. അതിൽ ഓരോന്നിനും വിവിധമായ അവാന്തര ഭേദങ്ങളുണ്ട്, എപ്പിത്തറ്റ്സ്.
അതിന്റെ പല അവാന്തര ഭേദങ്ങളുണ്ട്. അപ്പൊ ആ ധ്യാനത്തിലൂടെ കണ്ട അതിനനുസൃതമായിട്ടുള്ള ഒരു ധ്യാന ശ്ലോകം ഉണ്ടാക്കുക, ഒരു മൂലമന്ത്രം. ആ മൂലമന്ത്രം ഉണ്ടാക്കി അതാണ് തന്ത്രിക്ക് കൈമാറുന്നത്. അപ്പൊ അതിന്റെ കസ്റ്റോഡിയൻ യഥാർത്ഥത്തിൽ തന്ത്രിയാണ്. അപ്പൊ അതിനനുസരിച്ച് ചില ദേവതകൾക്ക് എന്ത് വേണ്ടിവരും? ചില ദേവതകൾക്ക് അവിടെ അംഗരക്ഷകൻ അല്ലെങ്കിൽ ദ്വാരപാലകനൊക്കെ വേണ്ടിവരും. അപ്പൊ ആ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലായിടത്തും അതില്ല. പക്ഷെ ഒന്ന് ധർമ്മശാസ്താവാണ്. നമ്മൾ 4 പറഞ്ഞതിൽ ഒന്ന് ധർമ്മശാസ്താവാണ്. അപ്പൊ എല്ലാ ക്ഷേത്രത്തിലും ആരുണ്ട്? ധർമ്മശാസ്താവുണ്ട്. ധർമ്മശാസ്താവും സുബ്രഹ്മണ്യനും വൈശ്രവണനും ദുർഗയും, ഇതാണ് നമ്മൾ തപ്പിയ 4. അപ്പോ ധർമ്മശാസ്താവ് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. എന്നിട്ടും എന്താണ് എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ പോകുന്നുണ്ട്, ശബരിമലയിൽ മാത്രം പോകാതിരിക്കുന്നത്? അപ്പൊ അവിടെയാണ് ശബരിമലയിലെ സവിശേഷമായ ഒരു സങ്കല്പം. അതെന്താണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ധർമ്മം അനുശാസിക്കുന്ന ദേവൻ, ധർമ്മശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ധർമ്മമാണ് അനുശാസിക്കുന്നത്. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരി എന്തൊക്കെ ഒഴിവാക്കണം? 8 വിധത്തിലുള്ള എന്താണ്? മൈഥുനം ഒഴിവാക്കണം. സ്മരണം, കീർത്തനം, കേളിഹി, പ്രേക്ഷണം, ഗുഹ്യഭാഷണം, സങ്കൽപ്പോ അധ്യവസായശ്ച ക്രിയാനിർവൃത്തിരേവച ഏതൻ മൈഥുനം അഷ്ടാംഗം പ്രവദന്തി മനീഷിണഃ വിപരീതം ബ്രഹ്മചര്യം ഏതദേവ അഷ്ടലക്ഷണം. അപ്പൊ അഷ്ടലക്ഷണമായ ബ്രഹ്മചര്യത്തെ അനുശാസിക്കുന്ന ദേവനായതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീകളുടെ ദർശനം അഭിലഷണീയമല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ അവിടെ പോകാതിരിക്കുന്നു. അല്ലാതെ അവരെ നമ്മൾ അവിടെ കടക്കാൻ അനുവദിക്കാതിരിക്കുന്നതല്ല, പോകാതിരിക്കുന്നതാണ്. കാരണം എന്താണ്? ആ ദേവന് സ്ത്രീ ദർശനം എന്തല്ല, പഥ്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്താണ് ആരാധ്യനായ ആ ദേവന്റെ മുമ്പിൽ നമ്മളൊരു വേണ്ട, നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ അവിടെ ചെല്ലേണ്ടതില്ല. അതൊരു മര്യാദയാണ്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ വരികയാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ചിലപ്പോൾ 90 വയസ്സായിട്ടുണ്ടാവും. 90 വയസ്സായ ആളാണെങ്കിലും ഒരു പുരുഷൻ വരികയാണെങ്കിൽ അമ്മ ചുമലിലിട്ടുള്ള ആ തോർത്ത് ഒന്ന് വിരിച്ചിടുന്നു, അല്ലേ? ആ വരുന്ന ആളെ ബഹുമാനിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന് പഥ്യമല്ലാത്ത ഒന്ന്. ആ ബഹുമാനിക്കല്, മറ്റൊരാളെ അത് പേടിച്ചിട്ടല്ല. പേടിയുണ്ട്. പേടി എന്തുകൊണ്ടുള്ള പേടിയാണ്? ബഹുമാനം കൊണ്ടുള്ള ഭയമാണ്. അദ്ദേഹത്തിന് പഥ്യമല്ലാത്ത ഒരു രൂപത്തിൽ ഈശ്വര ഞാൻ കാണപ്പെടാൻ ഇടവരരുതേ എന്നാണ് നമ്മുടെ ഭയം. ഈ മര്യാദയാണ് ശബരിമലയിൽ നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ഒരാൾ ധിക്കാരപൂർവമായിട്ട് അങ്ങോട്ട് കയറിപ്പോയാലും പോലീസിന്റെ ഗൗൺ ഇട്ടിട്ട് ഒരു സ്ത്രീയെ അവിടെ കയറ്റിക്കൊണ്ടുപോയി നിയമവിരുദ്ധമാണ്. ശരിക്കും അതിനെതിരെ കേസ് കൊടുക്കേണ്ടതാ. പോലീസിന്റെ ഗൗൺ ഇട്ടിട്ട് പോലീസ് അല്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുപോയത് നിയമവിരുദ്ധമാണ്. കോടതിയിൽ ഇപ്പോഴും ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്ന ഒരു കേസാണ് അത് വാസ്തവത്തിൽ. അപ്പൊ ദേവനല്ല, നമ്മൾ എന്താണ്? നമ്മൾ അവിടെ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്നെ ഈ കോലത്തിൽ ദേവൻ കാണണ്ട. നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ലേ? കുളിച്ചിട്ട് നമ്മൾ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, പറമ്പിൽ പണിയെടുത്ത് ദേഹത്താകെ എന്താണ് ചെളിയാണ്. വീട്ടിൽ വരുന്ന ഒരു അതിയുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ പ്രത്യക്ഷപ്പെടാതിരിക്കുക. അതാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഗോപിനാഥൻ സാറ് പറഞ്ഞതില് ഈ എണ്ണം നോക്കുമ്പോ ഇങ്ങനെയുള്ള സങ്കല്പം ഉണ്ടോ എന്ന് അറിയണം എന്നാണ് എനിക്കതിന് പറയാനുള്ള മറുപടി. അത് ഏതെങ്കിലും ദ്വാരപാലകനോ അല്ലെങ്കിൽ എന്താണ് ഈ പരിചാരക വൃന്ദമോ ഒക്കെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് നോക്കേണ്ടതാണ്. സംശയത്തിന് മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ഏതാണെങ്കിൽ സംശയത്തിന് ഇല്ല, സംശയം ഇല്ല സാർ. നമുക്ക് പ്രാപ്തമല്ല എന്ന് വെച്ചാൽ അതിന് ആധികാരികമായിട്ടുള്ള ഒരു റെക്കോർഡ് നമുക്ക് മറ്റു എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അപ്രിസിയേഷനോ. എനിക്കൊരു സംശയമുള്ളത്, പറയുക. ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു ശ്ലോകത്തില് സകുങ്കുമ വിലേപനാം അളിക ചുംബിക സ്തൂരികാം നാണോ ചുംബി കസ്തൂരികാം നാണോ തിരിക്കേണ്ടത് എന്നൊരു സംശയം. സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം എന്നാണ് എല്ലാവരും വായിക്കുന്നത്. അതാണോ ശരി? ഇതാണോ ശരി എന്ന് എനിക്കൊരു സംശയം. സാറ് അൺമ്യൂട്ട് ചെയ്തട്ടെ പ്ലീസ്. ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് ഞാൻ അതിന് സമാധാനം പറയാം. ആ ഭാഗം ഒന്നും കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം അത്
എന്റെ മനസ്സിൽ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അത് എന്റെ മനസ്സിൽ ആ ഭാഗം ഇരിക്കുന്നില്ല. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. വെറുതെ കാര്യമില്ല. പഞ്ചമാതാക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് മാതാക്കളുടെ കാര്യം പറഞ്ഞല്ലോ അമ്പലത്തില്. ഈ പഞ്ചമാതാവ് എന്ന് പറയുന്നതിന്റെ കൂടെ ആരൊക്കെയാണെന്നൊന്ന് പറയാമോ? സപ്തമാതാക്കൾ എന്നല്ലേ പറഞ്ഞു? അല്ല, പഞ്ചമാതാവ് 5 മാതാക്കള്. സപ്തമാതാക്കൾ പഞ്ചകന്യകമാരാണ്. അത് പഞ്ചകന്യകമാരെ അറിയാലോ അല്ലേ? അഹല്യ, ദ്രൗപദി, സീത, മണ്ഡോദരി. അതാ ഓക്കെ അതിന്റെ ചോദിച്ചത്. അത് പഞ്ചകന്യകമാര്. പഞ്ചകന്യകം സർവവിഘ്നോപശാന്തി. മറ്റത് സപ്തമാതാക്കളാണ്. അപ്പൊ ബ്രാഹ്മി, മാഹേശ്വരി ചെയ്യുക, കൗമാരി, വൈഷ്ണവി തഥാ പിന്നെന്താണ് വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട. സപ്തമാതാക്കൾ. ഓക്കെ, ഞാനത് രണ്ടും കൂടി എനിക്കൊരു സംശയമായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്ക് യു. അങ്ങനെയാണ്. മറ്റ് നമുക്ക് തിരുത്തേണ്ടതായിട്ട് നമ്മള് ഇന്നത്തെ പ്രഭാഷണത്തിൽ നമുക്ക് കേട്ടുവരണം. നമ്മള് ത്രയംബകം എന്ന് പറയും. സാറിന്റെ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരത്തിൽ അതിനെ ത്രയംബകം എന്ന് തിരുത്തി നമ്മളെ ചെല്ലാനായിട്ട്. സാറ് പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. ത്രംബകം എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താ മുഴുവൻ കേട്ടില്ല. എന്തോ ഇങ്ങോട്ട് കേൾക്കാതെ വന്നു. ത്രയംബകം ത്രയംബകം എന്നാണ് പറയുന്നത്, ചിലത് ത്രംബകം എന്നാണ് പറയുന്നത്. ത്രംബക. ഇനി ത്രംബകനെ സംബന്ധിച്ചത് ത്രയംബകം. അങ്ങനെയാണ്. ത്രംബകന്റേതെന്നുള്ള അർത്ഥത്തില് ത്രയംബകം എന്ന് പറയും. മറ്റേ നമ്മള് രുദ്രത്തിൽ ചൊല്ലുന്നത് ത്രംബകം, മൃത്യുഞ്ജയത്തിൽ ചൊല്ലുന്നത് ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നാണ്. അപ്പൊ ത്രംബകനാണ്. ത്രയംബകം എന്ന് പറഞ്ഞാൽ ത്രംബകനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിലാണ് ത്രയംബകം എന്ന് വരുന്നത്. ആദിവൃദ്ധി വന്ന രൂപമാണ് അത്. ആദ്യ ഭാഗത്ത് വൃദ്ധി വന്ന രൂപമാണ് വ്യാകരണം അനുസരിച്ചിട്ട്. ഇപ്പൊ നിഷ്കരുണം, നൈഷ്കരുണ്യം എന്നൊക്കെ പറയുന്നില്ലേ? അത് എന്താണ്? ആദ്യ ഭാഗത്ത് വൃദ്ധി വന്ന രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിർജ്ജനത, നൈർജന്യം, നിർജ്ജനത. ആദ്യ ഭാഗത്ത് വൃദ്ധി വന്ന രൂപമാണ് അത്. വിമുഖത, വൈമുഖ്യം എന്നൊക്കെ പറയുന്ന പോലെ, വിമുഖത, വൈമുഖ്യം എന്നൊക്കെ പറയുന്ന പോലെ ആദിവൃത്തി. വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തേർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഓം ഒരിക്കൽ കൂടി ഗുരുഭ്യോ നമഃ.